ഒട്ടകത്തിന് തല വെക്കാനോ അല്ലെ കാല് വെക്കാനോ ഇടം കൊടുത്ത കഥ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഇടം കൊടുത്തുകൊണ്ട് നമുക്ക് പഠിക്കേണ്ട വന്നൊരു ടോപ്പിക്കാണിത്, യൂറോപ്യന്മാരുടെ ആഗമനം. അപ്പം അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം, വെൽക്കം. അപ്പം നമ്മളിവിടെ പോർച്ചുഗീസുകാര്, ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാര്, ഡച്ചുകാര് ഇവരെല്ലാം പഠിക്കും. ഒന്ന് പഠിക്കുമ്പോൾ മറ്റൊന്ന് മറന്നു പോകുന്നത് നോർമലാണ്. അതെല്ലാം ലൂപ്പ് ഹോൾസ് അടച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്. ഇനി SCERT കണ്ടന്റ് ഇല്ലയോ എന്ന് ഒരു തവണയിലും മനസ്സിൽ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, SCERT ബോക്സുകളെല്ലാം ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതിന്റെ പുറത്ത് ഇനി ഒന്നും നോക്കണ്ട. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആണിത്. അത് മൊത്തം ബൈഹാർട്ട് ആക്കിയിട്ടേ പോകത്തുള്ളൂ. കംപ്ലീറ്റ് ആണ്, ബൈഹാർട്ട് ആക്കും. ഫുൾ PYQs ഉണ്ട്, പിന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടി കുറെ ക്വസ്റ്റ്യൻസ് ലാസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ആദ്യമായിട്ട് ക്ലാസ്സിൽ വരുന്നവരുണ്ട്, ക്ലാസ് മൊത്തം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം. ഓക്കെ, പിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം, പിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തോ, റെഗുലർ ആയിക്കോ. നമ്മുടെ 50 ഡേയ്സ് ചലഞ്ചിലേക്ക് സ്വാഗതം. അപ്പം ഡെയിലി 10:30 നമ്മുടെ ടെലിഗ്രാം ചാനൽ ലൈവായിട്ട് ക്വിസ് നടക്കും, എല്ലാവരും എത്തുക. അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, വന്നേക്കണേ. അതായത് ഇതാണ് നമ്മുടെ ലീഡർ ബോർഡ് ലാസ്റ്റ് ദിവസത്തേത്. ഇനി ഇന്നത്തേത് 10:30 PM ആണ്, എല്ലാവരും എത്തണം. അതേപോലെ ഡെയിലി ഉണ്ട്, വന്നേക്കണം എല്ലാവരും കേട്ടോ. 50 ദിവസം കൊണ്ട് ഫ്രീ ആയിട്ട് റാങ്ക് അടിപ്പിക്കുന്ന സീരീസ് ആണിത്. അതിന്റെ ചാലഞ്ച് 13 വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് പതിയെ തുടങ്ങാം. ഓരോന്നോരോന്ന് പറയുമ്പോൾ ഞെട്ടണ്ട, റിവൈസ് ചെയ്ത് തരാം. കാരണം യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ആക്കി വെച്ചിട്ടുള്ളവരല്ലേ, വലിയത് അതങ്ങ് സെറ്റ് ആക്കാൻ പോകും കേട്ടോ. അപ്പൊ 50 ഡേയ്സ് ചലഞ്ച് തുടങ്ങുവാണേ. പടമൊക്കെ ഇഷ്ടപ്പെട്ട ആ ഒരു കാലഘട്ടത്തിലോട്ട് പോകും. ഇനിയും മ്യൂസിക് ആഡ് ചെയ്ത് കോപ്പിറൈറ്റ് കിട്ടുന്നില്ല. നമ്മുടെ ആ വഞ്ചീശമംഗലം ആഡ് ചെയ്ത് കോപ്പിറൈറ്റ് ആയിരുന്നു, പിന്നെ എന്നാലും ഞാൻ റിമൂവ് ചെയ്തില്ല. നമുക്ക് ഒരു പഠിക്കുന്ന ഒരു സുഖം വരട്ടെ, അതുകൊണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം. എന്തുവായത് ഇനിയും വരും. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശി അല്ലെ? മനസ്സിൽ ആദ്യം നിങ്ങൾക്ക് ഇപ്പൊ തോന്നിയത് എന്തോ അത് തെറ്റാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശി അറബികളാണ്. ഓക്കെ, ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ചോദിച്ചാൽ പോർച്ചുഗീസുകാര്. ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യ യൂറോപ്യൻ അല്ലെ വിദേശി ചോദിക്കുമ്പോഴാണ് അത് പോർച്ചുഗീസുകാര്. ഓക്കെ, എന്നാൽ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശി അറബികൾ. മറക്കല്ല, ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശി അറബികൾ കേട്ടോ. എന്നാൽ കടൽ മാർഗം എത്തിയ യൂറോപ്യന്മാരാണ്, അത് പോർച്ചുഗീസുകാരുമാണ്. ഇത്രയും കിട്ടിയോ? ഇനിയും പറയാം. അപ്പം 2022 കുറച്ച് PYQ ആയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പം കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല, ഡയറക്ട്ലി ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നത്. ഒത്തിരി തവണ ചോദിച്ചു, ഒത്തിരി തവണ ചോദിച്ചു. 22-ലും ചോദിച്ചു, 23-ലും ചോദിച്ചു. പഠിച്ചോ? മലബാർ ആണ്, മറക്കരുത്, മലബാർ. കാരണം എന്ത് സന്ധിയായിരുന്നു? ശ്രീരംഗപട്ടണം ഉടമ്പടിയായിരുന്നു. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി കാരണം മലബാർ ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് ഭരണത്തിലായി. 2 ചോദ്യങ്ങൾ പഠിച്ചേ. ഓക്കെ, ഇനി മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയായ ഉടമ്പടി ഏതാ? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. 1792 ഈ ശ്രീരംഗപട്ടണം ഉടമ്പടി അല്ലെ? എന്നാൽ 2024 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് നമ്മൾ ടിപ്പു കേരളം ആക്രമിച്ച വർഷം. അത് മാച്ച് ദ ഫോളോയിങ്ങിൽ ഒരെണ്ണമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. 1789. ഓക്കെ, 1789 ടിപ്പു കേരളം ആക്രമിച്ചു. 1789 ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. അങ്ങനെ മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടി. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചോളൂല്ലോ, മറക്കല്ലേ, റിപ്പീറ്റ് ചെയ്ത് പറയാം. അടുത്തത്, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ഏതാണ്? ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഓക്കെ, വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. വ്യാകരണ ഗ്രന്ഥം ഫ്രാൻസിസ്. ഓക്കെ, വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ്. മറക്കല്ല, വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ്. ഓക്കെ അല്ലേ? ഇനി അടുത്തതിലോട്ട് വന്നു. റിപ്പീറ്റഡ് ആയി എത്ര തവണ ചോദിച്ചിട്ടുണ്ടല്ലോ. രാജ്യസമാചാരം, അതിന്റെ വർഷം ആദ്യം അങ്ങ് പഠിച്ചു. രാജ്യസമാചാരം 1847. രാജ്യത്ത് മൊത്തം ഗുണ്ടകളാണെന്ന് ചുമ്മാ ഓർത്താൽ മതി. ഓക്കെ, രാജ്യത്ത് മൊത്തം ഗുണ്ടകളാണെന്ന് പറഞ്ഞത്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഓക്കെ, രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാ? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. രാജ്യസമാചാരം. ഓക്കെ അല്ലേ? ഇത്ര ഓർത്ത് വെച്ചോളൂല്ലോ. ഓക്കെ, ഇനി അടുത്ത, ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആരാണ്? മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആരാ? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. രാജ്യസമാചാരം ആരാണ്? 1847 ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഇത് ഇത്ര ഓക്കെ അല്ലേ? ഇനി ആഞ്ചലോസ് ഫ്രാൻസിസിന്റെ എന്തായിരുന്നു? വ്യാകരണ ഗ്രന്ഥം അല്ലെ? വ്യാകരണ ഗ്രന്ഥം എന്നല്ലേ, രംഗം എന്നല്ലോ പറഞ്ഞാണോ? സംശയം. അപ്പം ആദ്യം മലയാളം നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ട്, രാജ്യസമാചാരം ഹെർമൻ ഗുണ്ടർട്ട്. രാജ്യം മൊത്തം ഗുണ്ടകൾ. ഓക്കെ, രാജ്യസമാചാരം ഹെർമൻ ഗുണ്ടർട്ട് 1847. വ്യാകരണ ഗ്രന്ഥമാണ് ആഞ്ചലോസ് ഫ്രാൻസിസ്. വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളം നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ട്. ഓക്കെ അല്ലേ? അടുത്ത്, താഴെ തന്നിട്ടുള്ള പ്രസ്താവനയിൽ, ഇത് 2023 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രസ്താവനയിൽ ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ടത് ഏതാണ്? നമുക്ക് നോക്കാം. ഹെർമൻ ഗുണ്ടർട്ട് ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ അംഗമായിരുന്നു. ഹെർമൻ ഗുണ്ടർട്ട് ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ ആയിരുന്നോ? ആണോ? തെറ്റ് അല്ലെ? അതിന്റെ വരുന്നുണ്ട് ഇപ്പോഴേ. ഓക്കെ, അപ്പം അതിന്റെ വരും. ഹെർമൻ ഗുണ്ടർട്ട് ചർച്ച് മിഷൻ
ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ അല്ലായിരുന്നു. ആയിരുന്നു ചർച്ച് മിഷൻ സൊസൈറ്റി എവിടെയൊക്കെ ആയിരുന്നു? കൊച്ചി, തിരുവിതാംകൂർ അല്ലെ. പിന്നെ അടുത്തുണ്ടല്ലോ LMS എവിടെ ആയിരുന്നത്? അത് തിരുവിതാംകൂർ. അടുത്ത BEM ഉണ്ടല്ലോ, ഇതൊക്കെ ഇനി അങ്ങോട്ട് വരും, റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ പറയും ഒന്ന് നിർത്തുന്നു, അത്രയും വരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി വിടുന്നതിൽ ഒന്നും വിഷമിക്കേണ്ട. BEM ആണെങ്കിലും മലബാറുമാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ ഗുണ്ടർട്ട് BEM മലബാർ ആയിരുന്നു കേട്ടോ. ഓക്കെ, BEM മലബാർ ആയിരുന്നു, ചർച്ച് മിഷൻ സൊസൈറ്റി അല്ലായിരുന്നു. അതുകൊണ്ട് ഒന്ന് തെറ്റ് കേട്ടോ. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചു. 2 മാത്രമേ ഉള്ളൂ ഈ കൂട്ടത്തിൽ ശരിയായിട്ടുള്ളത് കേട്ടോ. 2 മാത്രമേ ഉള്ളേ. അപ്പൊ എന്തേ? 2 മാത്രം. റെഡി? കിട്ടിയല്ലോ. ശരി, ഇനി അടുത്തതിലോട്ട് പോകാം. കണ്ടോ, ഇത് ആരായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു? എന്ത് മിഷനറിമാരായിട്ട് തോന്നുന്നു? കമന്റ് ചെയ്യണം കേട്ടോ, കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യണേ. ഓക്കെ, ശരി. ഇനി നോക്കിക്കേ നിങ്ങള്, ലണ്ടൻ മിഷൻ സൊസൈറ്റി. ഇപ്പൊ നമ്മൾ പറഞ്ഞത് വലിച്ചു നീട്ടത്തില്ല, സ്കിപ്പ് അടിക്കേണ്ട, ബൈഹാർട്ട് ചെയ്ത് പോകണം. 100 തവണക്കുള്ള റിപ്പീറ്റ് അടിച്ചതാ. എനിക്ക് നിങ്ങളെ റാങ്ക് അടിപ്പിക്കണം. റാങ്ക് എന്ന് വെച്ചാൽ ഒറ്റക്ക് റാങ്ക് തന്നെ അടിപ്പിക്കണം, മനസ്സിലായോ? അതുകൊണ്ട് ഇത് ബൈഹാർട്ട് ചെയ്ത് പോകണം. SCRT ബോക്സ് ഇത് ഇങ്ങനെ കൊണ്ട് തന്നിട്ടുണ്ട്, കുറച്ചുകൂടെ വിശ്വാസമാകാൻ വേണ്ടി ആഡ് ചെയ്തു. അപ്പം LMS, ലണ്ടൻ മിഷൻ സൊസൈറ്റി, തിരുവിതാംകൂർ. ലണ്ടനിൽ പോകുന്നുണ്ട് എന്റെ കുറച്ച് ഫ്രണ്ട്സ്, അവർ തിരുവനന്തപുരത്തു നിന്നാണ് പോകുന്നത്. നിങ്ങളും അങ്ങനെ ആലോചിച്ചത്, നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് പോകുന്നു, ലണ്ടനിലോട്ട് പോകുന്നു, UK പോകുന്നു എന്നൊക്കെ ആലോചിക്കുക. അവരെ കൊണ്ടുവിടാൻ പോകുന്നത് തിരുവനന്തപുരത്താണ്. ഓക്കെ, അപ്പൊ LMS തിരുവിതാംകൂർ, LMS തിരുവിതാംകൂർ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ചർച്ച് മിഷൻ സൊസൈറ്റി. ഓക്കെ, ചർച്ച് മിഷൻ സൊസൈറ്റി ആണെങ്കിൽ തിരുവിതാംകൂറും കൊച്ചിയും. ഓക്കെ, ചർച്ച് മിഷൻ സൊസൈറ്റി ആണെങ്കിൽ കൊച്ചിയും തിരുവിതാംകൂറും. ഓക്കെ ആണല്ലോ. ഇനി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ് BEM. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ് BEM. ഇത് മലബാറിലാണ്, റിപ്പീറ്റഡ് ആണ്, മലബാറിലാണ്. ഇതിന്റെ ആൾ ആരാണ്? ഇതിന്റെ ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഓക്കെ അല്ലേ? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഹെർമൻ ഗുണ്ടർട്ടിന്റെ വേറെ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? രാജ്യം മൊത്തം കൊണ്ടുവരണം, രാജ്യസമാചാരം, പശ്ചിമോദയം അല്ലെ. പിന്നെ അതേപോലെ എന്താ പറഞ്ഞു? ഹെർമൻ ഗുണ്ടർട്ടിന്റെ മലയാളം നിഘണ്ടു അല്ലെ, മലയാളം നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ടിന്റേതാണ്. മലബാർ ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് ഭരണത്തിലുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു. അത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ശ്രീരംഗപട്ടണ ഉടമ്പടി 1782. ഇനി ഇതിന് കാരണമായിട്ട് ടിപ്പു ആക്രമിച്ചത് എപ്പോഴാ? 1789 ടിപ്പു കേരളം ആക്രമിച്ചത്. ഇത്ര ഓർത്ത് വെച്ചോളൂല്ലോ. LMS തിരുവിതാംകൂർ, ലണ്ടനിൽ പോകുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ഓക്കെ, ഇനി CMS ആണെങ്കിലോ, ചർച്ച് മിഷൻ സൊസൈറ്റി CMS ആണെങ്കിൽ കൊച്ചിയും തിരുവിതാംകൂറും. BEM ആണെങ്കിൽ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണെങ്കിൽ മലബാർ. അതിന്റെ ആളാരാ? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഓക്കെ, അപ്പം ഗുണ്ടയെ വെച്ച് കണക്ട് ചെയ്യാൻ പോവാണ്. മല പോലെ ഇരിക്കും അല്ലെ, ഭയങ്കര വലിയ ആചാനബാഹുക്കളായ മല പോലെ ഇരിക്കുന്ന ആൾക്കാരെ ഗുണ്ടകളൊന്ന് ചുമ്മാ കണക്ട് ചെയ്തോണം. സാധാരണ അങ്ങനെ വരുന്നവര് സൗണ്ടും പതുങ്ങിയിരിക്കും അല്ലെ, കോമഡി ആയിരിക്കും. നിങ്ങൾ അങ്ങനെ ഓർത്തോണം. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, മലബാർ, മല പോലെ ഇരിക്കുന്ന ഗുണ്ട ഹെർമൻ ഗുണ്ടർട്ട്. അതുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഹെർമൻ ഗുണ്ടർട്ട്. ഓക്കെ, എന്നാൽ ബെഞ്ചമിൻ വെയിലി ഉണ്ട്, ചർച്ച് മിഷൻ സൊസൈറ്റി. റിപ്പീറ്റഡ് ചോദ്യമാണ്. ചർച്ച് മിഷൻ സൊസൈറ്റി, ബെഞ്ചമിൻ വെയിലി. അപ്പം നല്ലൊരു കമന്റ് ഞാൻ കണ്ടായിരുന്നു, ചർച്ചിൽ മൊത്തം ബെഞ്ചാണെന്ന്. അത് നല്ല ഒരെണ്ണമല്ലേ? നിങ്ങൾ അത് പഠിച്ചു, നിങ്ങളുടെ തന്നെ കൂടെ കേട്ടോ. അപ്പം ചർച്ചിൽ മൊത്തം ബെഞ്ചാണ്. ചർച്ച് മിഷൻ സൊസൈറ്റി, ബെഞ്ചമിൻ വെയിലി. മലബാറിലേതാണ് ഹെർമൻ ഗുണ്ടർട്ട്. ഇനി മറക്കത്തില്ലല്ലോ. ഓക്കെ, ശരി. കനോലി പ്ലോട്ടൊക്കെ പോസ് ചെയ്ത് വായിച്ചോണേ. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായിട്ടുള്ള ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM. ഓക്കെ, താഴെ പറയുന്നതിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ച പ്രവർത്തിച്ച്? കിട്ടിയോ? മലബാർ. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തി ആരായിരുന്നു? മല പോലുള്ള വലുതായിട്ടിരിക്കുന്ന ഗുണ്ട ഹെർമൻ ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ടിന്റെ പശ്ചിമോദയം ഉണ്ട്, രാജ്യസമാചാരവും ഉണ്ട് അല്ലെ. മലബാർ ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് ഭരണത്തിലുണ്ടായിരുന്നു. ശ്രീരംഗപട്ടണ ഉടമ്പടി കാരണം 1792 അല്ലെ. ടിപ്പു ആക്രമിച്ചത് കേരളം ഏത് വർഷമാ? 1789. ഓക്കെ ആണല്ലോ. ഇനി തിരുവിതാംകൂർ ഏതായിരുന്നു? LMS, ലണ്ടൻ മിഷൻ സൊസൈറ്റി അല്ലേ. LMS ലണ്ടനിൽ പോകും, തിരുവിതാംകൂർ എന്നാ. എന്നാൽ കൊച്ചിയും തിരുവിതാംകൂറും ആണെങ്കിലോ CMS അല്ലെ. ഓക്കെ ആണല്ലോ, കിട്ടിയേ. ഇനി അടുത്തത് 11ാമത്തെ ചോദ്യം. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS, ചർച്ച് മിഷൻ സൊസൈറ്റി CMS, BEM. മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ. മലബാർ മേഖല നിങ്ങൾക്ക് സൂപ്പറായിട്ട് കിട്ടിയല്ലോ. മലബാർ മേഖല ഏതാ? BEM ആണ്. 3 മാത്രം അല്ലെ. മലബാർ മേഖല. പിന്നെ അതുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാ? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. LMS ആണെങ്കിൽ തിരുവിതാംകൂർ അല്ലെ. ഇനി ചർച്ച് മിഷൻ ആണ്, ചർച്ചിൽ മൊത്തം ബെഞ്ചാണ്, ബെഞ്ചമിൻ വെയിലിയാണ്. കൊച്ചി, തിരുവിതാംകൂർ അല്ലെ. BEM ആണെങ്കിൽ മലബാർ, മല പോലുള്ള ഗുണ്ടയാണ് ഹെർമൻ ഗുണ്ടർട്ട് അല്ലെ. നിഘണ്ടുവും ഹെർമൻ ഗുണ്ടർട്ട്. ഇത്ര ഓർത്ത് വെച്ചോളൂല്ലോ. എന്നാൽ വ്യാകരണ ഗ്രന്ഥമാണെങ്കിലോ, ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമാണെങ്കിലോ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഓക്കെ, ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഇനി വേണ്ട വായിച്ചോണെ, പോസ് ചെയ്യുക, വായിക്കുക കേട്ടോ. SCRT ടെക്സ്റ്റിലെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നു. ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ച് 1789. മലബാർ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്തതാണ് BEM. അതിന്റെ ആളായിരുന്നു
മല പോലുള്ള ഗുണ്ട, ഹെർമൻ ഗുണ്ടർട്ട്. ആദ്യത്തെ നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ട്. സൂപ്പറായില്ലേ? ഇഷ്ടപ്പെട്ടോ? ഒരു സന്തോഷം വരുന്നില്ലേ? അത്രേ ഉള്ളൂ. ഇനി അടുത്തത്, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയംകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? അപ്പം ചാലിയംകോട്ട അല്ലെ, സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ ഭീരങ്കി എന്ന് പറയുന്നത് ഏതിനെ? ചാലിയംകോട്ടയായിരുന്നു. അപ്പൊ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയംകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരായിരുന്നു? കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. ഓക്കെ, കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. ഇത് ഓർത്ത് വെച്ചോണം, കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. ഓക്കെ, പിന്നെ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി ഡച്ചുകാർ പിടിച്ചെടുത്ത വർഷം ഉണ്ടല്ലോ, അതൊന്ന് പഠിച്ചു വെച്ചോണം. 1663. ഇനി അങ്ങോട്ട് വരാൻ പോകും, അതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇത് കിട്ടിയല്ലോ, കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ് ചാലിയംകോട്ടയുമായി ബന്ധപ്പെട്ടത്. ഇനി വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയ വർഷം. അതെ, നിങ്ങളിപ്പം ഓർഡറിൽ തന്നെ പോർച്ചുഗീസുകാര്, ബ്രിട്ടീഷുകാര്, ഡച്ചുകാര്, ഫ്രഞ്ചുകാർ, ഇവരെ തന്നെ, ഇത് ഓർഡറിലല്ല ഞാൻ ഈ പറഞ്ഞത്, ഇവരെ ഓർഡറിൽ തന്നെ പഠിക്കുന്ന സെറ്റ് ലാസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെട്ടിട്ട് അങ്ങോട്ട് പോവാം. എന്തായാലും നമ്മുടെ ഒരു സിസ്റ്റം ഡിഫറെന്റ് ആണ് എല്ലാ ക്ലാസ്സിൽ നിന്നും. അതുകൊണ്ട് നമ്മുടേതായ സിസ്റ്റത്തിൽ മുന്നോട്ട് പോകും. റിവിഷനും പക്കയാക്കും, എല്ലാം ആക്കി തരും കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് പടമൊക്കെ കണ്ടോ നിങ്ങൾക്ക് വേണ്ടി അല്ലെ? ഞാൻ വരച്ചുണ്ടാക്കിയത് കേട്ടോ, എവിടുന്ന് ഡൗൺലോഡ് ചെയ്തതല്ല കേട്ടോ, വരച്ചാണ്. വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയ വർഷം 1498 മെയ് 20 അല്ലെ, 1498 കോഴിക്കോട് എത്തി. ഓക്കെ, ഇനി ആദ്യ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് എന്തിനാ ഇവിടെ പറയുന്നതെന്ന് അറിയാമോ? നിങ്ങൾ പലതവണ ആലോചിച്ചിരുന്നുണ്ട് ഈ ടോപ്പിക് ഒക്കെ എവിടെ നിന്നാണ്? അങ്ങനത്തെ പല ടോപ്പിക്സ് ഇവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1861 ആണല്ലോ. ശരി, കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത എവിടം തൊട്ട് എവിടം വരെയാ? ബേപ്പൂര് മുതൽ തിരൂര് വരെ. ഏത് വർഷമാ? 1861. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നേരിട്ട് ഭരണത്തിലുണ്ടായിരുന്ന പ്രദേശം ഏതാ? മലബാർ ആണ്. ഏത് സന്ധി പ്രകാരമാണ് കിട്ടിയത്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് കിട്ടിയത് അല്ലെ? ഓക്കെ, LMS പ്രവർത്തന മേഖല എവിടെയാ? ലണ്ടനിൽ പോകുന്നത് തിരുവിതാംകൂർ. CMS ആണെങ്കിൽ കൊച്ചി, തിരുവിതാംകൂർ. ഇനി BEM ആണെങ്കിൽ മലബാർ ആണ്. ഈ മലബാർ അതുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാ? മലബാറിലുള്ള ഗുണ്ട ഹെർമൻ ഗുണ്ടർട്ട് അല്ലെ? CMS ചർച്ചിൽ മൊത്തം ബെഞ്ചാണ്, ബെഞ്ചമിൻ വെയിലീവ് ആണ്. ഇത്ര ഓക്കെ ആണല്ലോ, ഓർത്തു വെച്ചോളൂല്ലോ. പിന്നെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ഓർഗനൈസ്ഡ് റിബല്യൻ ആണ് സംഘടിത കലാപം. 1721 കേട്ടോ, 1721. അപ്പം ഇതൊക്കെ ഒത്തിരി റീകളക്ട് ചെയ്ത് കിട്ടി, ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടി. ഹാപ്പി ആകും ഇടയ്ക്കിടയ്ക്ക് എന്ന് എനിക്ക് തോന്നാറുണ്ട് നിങ്ങൾക്ക്, കാരണം ഞാൻ ഹാപ്പി ആവാറുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ റീകളക്ട് ചെയ്ത് കിട്ടിയാൽ നല്ലതാ. അപ്പം ഇങ്ങനെ ഹാപ്പി ആകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഫുൾ വീഡിയോസും കണ്ടു തീർക്കണം. അത് എനിക്ക് വേണ്ടി ചെയ്യുന്ന വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ഈ ഫുൾ വീഡിയോസ് കണ്ടു തീർത്തു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻസ്, നമ്മുടെ ഒരു പ്രത്യേക സിസ്റ്റത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് റാങ്ക് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷം. അതിന് വേണ്ടിയാണ് ഈ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു പെർസെൻറ്റേജ് പോലും ഇതിൽ ആത്മാർത്ഥ കുറയ്ക്കരുത് കേട്ടോ, ഭയങ്കരമായിട്ട് പഠിക്കണേ. അപ്പം ആറ്റിങ്ങൽ കലാപം സംഘടിത കലാപം. എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം എന്ന് മാത്രം ചോദിച്ച 5 തെങ്ങ് കലാപം 1697. ഓക്കെ, സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. വെറും കലാപം ചോദിച്ചാൽ 5 തെങ്ങ് കലാപം. റിപ്പീറ്റ് ചെയ്ത് 100 തവണ കൂടുതൽ PSC ഇത് ചോദിച്ചിട്ടുണ്ട്, മറക്കരുത്. ഓക്കെ അല്ലേ? ചാനാർ കലാപമാണെങ്കിൽ 1859. പഴശ്ശി കലാപം വരുന്നതേ ഉള്ളൂ, ഒത്തിരി ഉണ്ട് പറയാൻ. ചവിട്ട് നാടകം, പൊക്കോണം ചവിട്ടിക്കൂട്ടും, അതല്ലേ അങ്ങനെ പറയാൻ പറ്റുമോ? പൊക്കോണം ചവിട്ടിക്കൂട്ടും. അപ്പം ചവിട്ട് നാടകം പോർച്ചുഗീസുകാരാണ് അല്ലെ? അങ്ങനെ വാസ്കോഡ ഗാമ വന്നത് എപ്പോഴാ? 1498. ഓക്കെ അല്ലേ? ഇത്രയും കിട്ടിയോ? ഇതുവരെ ഉള്ളത് ഇത്രയും കിട്ടിയല്ലോ, അത് മതി. ഇനി മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 ഉടമ്പടിയാണ്. അത് ഓക്കെ അല്ലേ? അത് മതി. ഇനി രാജ്യസമാചാരം എന്ന പത്രം ഹെർമൻ ഗുണ്ടർട്ട് ഏത് വർഷം? 1847. ഹെർമൻ ഗുണ്ടർട്ടിന്റെ വേറെ എന്തൊക്കെയാ? ഗുണ്ട, രാജ്യമൊത്തം, രാജ്യസമാചാരമുണ്ട്, പശ്ചിമോദയമുണ്ട്, പിന്നെ ഗുണ്ട, മലബോലുണ്ട്, മലബാർ, BEM മലബാർ. ഓക്കെ, മലബാർ. ഇത് നിങ്ങൾക്കും കിട്ടുന്നില്ലയോ? അത് എനിക്ക് മാത്രമേ ഉള്ളൂ? നിങ്ങൾക്കും കിട്ടണം കേട്ടോ, അതിനു വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, അപ്പം വ്യാകരണ ഗ്രന്ഥം ഓർത്തോണം, ആഞ്ചലോസ് ഫ്രാൻസിസ്. വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസും, നിഘണ്ടു ആണെങ്കിൽ ഹെർമൻ ഗുണ്ടർട്ടും ആണ്. ഓക്കെ, ശരി. ഇനി 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ഡച്ചുകാര്. ഇടയ്ക്കൊന്ന് പറഞ്ഞില്ലായിരുന്നു, അതാ 1663 കൊച്ചി പിടിച്ചടക്കിയത് ഡച്ചുകാരാണ്. ഓക്കെ, കൊച്ചി ഡച്ച് 1663 കൊച്ചി ഡച്ച്. 1663 കൊച്ചി ഡച്ച്. റിപ്പീറ്റ് ചെയ്ത് പറയാം ഇടയ്ക്ക് കേട്ടോ. പോർച്ചുഗീസുകാരുടെ ചവിട്ട് നാടകം കേട്ടോ. ഇനി വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയ വർഷം 1498 അല്ലെ? ഇനി അടുത്തത്
യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്ക് നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാ? വാസ്കോഡ ഗാമയാണ് അല്ലെ. അപ്പൊ വാസ്കോഡ ഗാമ 1498. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിട്ട് അറിയപ്പെടുന്ന ഒരാൾ PS റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിട്ട് ഒത്തിരി ആൾക്കാരെത്തി. ഇങ്ങനെ ഓർക്കാൻ പറ്റുമോ? ഒന്നുകൂടെ പറഞ്ഞ്, വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിട്ട് ഒത്തിരി ആൾക്കാരെത്തി. ആൾവാരിസ് കബ്രാൾ ആണ്. വേണ്ട, പെഡ്രോ ആൾവാരിസ് കബ്രാൾ പിൻഗാമി. വാസ്കോഡ ഗാമയുടെ പിൻഗാമി ആരാണ്? വാസ്കോഡ ഗാമ പിൻഗാമിയായിട്ട് ഒത്തിരി ആൾക്കാരെത്തി. എല്ലാ യൂറോപ്യന്മാരും എത്തി, ഒത്തിരി ആൾക്കാരെത്തി. ആൾവാരിസ് കബ്രാൾ. ഓക്കെ അല്ലേ? പിന്നെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക്. ബുക്കിന് ഭയങ്കര ശക്തിയാണ്. ബുക്കിലെ അറിവുകൾക്ക് ഭയങ്കര ശക്തിയാണ്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക്. ബുക്കിന്റെ അറിവുകൾക്ക് ഭയങ്കര ശക്തിയാണ്. ഓർത്തു വെച്ചോണേ കേട്ടോ. എന്നാൽ ആദ്യത്തെ വൈസ്രോയി ആണ് അൽമേഡ. പോർച്ചുഗീസിന്റെ ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽമേഡ കേട്ടോ. ഒറ്റയടിക്ക് പറഞ്ഞു വിടുവല്ല, ഇനി വരുമ്പോ പറയും അല്ലെ. അങ്ങനല്ലേ നമ്മുടെ ക്ലാസ്. അല്ലെങ്കിൽ അരമണിക്കൂറുണ്ട് എപ്പോഴേ തീർന്ന് 50 ക്ലാസ് ഇതിന്റെ ഇടയ്ക്ക് എടുത്ത് തീർക്കായിരുന്നു. അങ്ങനല്ല. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? തിരുവനന്തപുരം. അപ്പൊ നമുക്ക് നോക്കാം. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചപ്പോഴാ 1695 കോട്ട. ഓക്കെ. ഇനി ഇത് എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു? അഞ്ചുതെങ്ങ് കലാപം കുരുമുളകുമായി ബന്ധപ്പെട്ട അല്ലെ, കുരുമുളകിന്റെ വ്യാപാര കുത്തകയുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പൊ ഈ അഞ്ചുതെങ്ങ് കലാപം ഏത് വർഷമാ? 1697. ഇതിന്റെ പ്രത്യേകത എന്തുവായിരുന്നു? PS 100 തവണ കൂടുതൽ ചോദിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം 1721. ഇത് മനസ്സിലാക്കിയൊരു കമന്റ് ചെയ്യണേ. ക്ലാസ് ഇഷ്ടപ്പെട്ട് ഹാപ്പി ആയിട്ടുള്ളവർ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു, ഒരു കമന്റ് ചെയ്യുന്നു. ഒരു തവണ അല്ലേ ഒരാൾക്ക് കമന്റ് ചെയ്യാൻ പറ്റൂ? അങ്ങനെ നിയമമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കമന്റ് ചെയ്തു. മൊത്തം ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ കമന്റ്സ് നോക്കാൻ പോകണം. അപ്പം ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ പഴശ്ശി കലാപത്തിലെ ടെക്സ്റ്റിൽ അതേപോലെ ഉണ്ട്. SCRT NCRT എല്ലാം കൂടെ അരച്ച് കലക്കിയ ഒരു കണ്ടന്റ് എന്തെങ്കിലും ഉണ്ട്, അതിൻ്റെ അകത്തുണ്ട്. കുറിച്യർ എന്തായാലും ഉണ്ട് ഇല്ലേ? കുറിച്യർ ഉണ്ട്. പിന്നെ കുറുമ്പരും, കുറിച്യറും കുറുമ്പരും ഉണ്ട്. കുറിച്യരും കുറുമ്പരും ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ് കുറിച്യരും കുറുമ്പരും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയൂട്ട് രാജ ആരാ? കൊട്ടിയൂട്ട് രാജ പഴശ്ശി രാജയാണ് അല്ലെ. ഈ പഴശ്ശി കലാപം 2 സീസൺ ആയിട്ട് നടന്നിട്ടുണ്ട് അല്ലെ. സീസൺ 1, ബിഗ് ബോസ് സീസൺ 1 ഒക്കെ പറഞ്ഞാൽ അറിയാം എല്ലാവർക്കും അല്ലേ. പഴശ്ശിരാജയുടെ സീസൺ 1 1793 മുതൽ 97 വരെ. രണ്ടാമത്തെ 1800 മുതൽ 1805 വരെ. ഇത് ഓർത്തു വെച്ചോളൂല്ലോ. പഴശ്ശിരാജയുടെ ഒന്നാമത്തെ വിപ്ലവവും രണ്ടാമത്തെ വിപ്ലവവും ഓർത്തു വെച്ചോണേ. കൊട്ടിയൂട്ട് രാജ പഴശ്ശിരാജയുമാണ്. ഓക്കെ. ഇനി വാസ്കോഡ ഗാമ ആദ്യമായി പിന്നെയും കോഴിക്കോട് എത്തി 1498 കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന വിദേശികൾ അറബികൾ. കടൽമാർഗം ഇന്ത്യയിൽ വന്ന വിദേശികൾ പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന യൂറോപ്യന്മാർ പോർച്ചുഗീസുകാര്. ഓർമ്മയുണ്ടല്ലോ? ശരി. ഇനി എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു, കണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈത്തേരി അമ്പു, ഇതൊക്കെ സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടല്ലേ? ആണ്. അപ്പം എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? പഴശ്ശി കലാപം. പഴശ്ശി കലാപത്തിന്റെ ഒന്നാം പഴശ്ശി കലാപം എപ്പോഴാ? 1793 മുതൽ 97 വരെ. രണ്ടാമത്തതാണെങ്കിൽ 1800 മുതൽ 1805 വരെ അല്ലേ? ഓക്കെ. അപ്പൊ ഈ പഴശ്ശി കലാപം അടിച്ചമർത്തിയ പട്ടാള മേധാവി ആരായിരുന്നു? ആർതർ വെല്ലസ്ലി. ആ സമയത്തെ തലശ്ശേരി സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാവർ അല്ലെ. അപ്പം പഴശ്ശി കലാപം അടിച്ചമർത്തിയ പട്ടാള മേധാവി ആർതർ വെല്ലസ്ലി ആണ്. ഓക്കെ ആണല്ലോ? ഇത് ഓർത്ത് വെച്ചോളൂല്ലോ. ഇനി പൂക്കോട്ടൂർ കലാപം 1921 പൂക്കോട്ടൂർ കലാപം. ഇനി അടുത്തത് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? ഒന്നാമത്തേത് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ പഴശ്ശി വിപ്ലവം. ആദ്യമേ ഞാൻ ആ വർഷം റീകളക്ട് ചെയ്യട്ടെ. നിങ്ങൾ ആലോചിച്ചേ. ഒന്നാമത്തെ എന്തോ 1793 മുതൽ 97 വരെ ആയിരുന്നു. തെറ്റായ നികുതി നയം, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ഓക്കെ. രണ്ടാമത്തേത് 1800 മുതൽ 1805 വരെ ഉള്ളതില് വയനാട് പിടിച്ചെടുക്കാൻ നോക്കി ബ്രിട്ടീഷുകാർ. അതായിരുന്നു കാരണം. ഇപ്പം 2022-ലും 2023-ലും PSCക്ക് ഫേവറേറ്റ് ആയിരുന്നു പഴശ്ശിരാജ. അപ്പൊ അത് യൂറോപ്യന്മാരുമായി ബന്ധപ്പെട്ടാണ് പഴശ്ശിരാജയും വേലുത്തമ്പി ദളവയുടെയും ടോപ്പിക്സ് അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി യൂറോപ്യന്മാരും അരച്ച് കലക്കിയിട്ടേ നിങ്ങൾ തീരത്തുള്ളൂ ക്ലാസ് തീരത്തുള്ളൂ കേട്ടോ, മറക്കല്ലേ. ഓക്കെ. ഇനി കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. ആരാ? വേലുത്തമ്പി ദളവ അല്ലെ. വേലുത്തമ്പി ദളവയാണ്. ഇനി അടുത്തത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഓർഗനൈസ്ഡ് ആണ്. അത് ആറ്റിങ്ങൽ കലാപമാണ്. ഓർഗനൈസ്ഡ് 1721.
അഞ്ചുതെങ്ങ് കലാപമാണെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് 1697 അല്ലെ. ഈ അഞ്ചുതെങ്ങ് കലാപം എന്തുമായി ബന്ധപ്പെട്ട? കുരുമുളകിന്റെ വ്യാപാര കുത്തക അല്ലെ, കുരുമുളക്. ഓക്കെ. പൂക്കോട്ടൂർ കലാപം 1921. ഓക്കെ അല്ലെ. മലബാർ കലാപം 1921. റെഡി. ഇനി അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? അവസാനമായിട്ട് ഇന്ത്യ വിട്ടുപോയത് ആരാ? ആദ്യമായി വന്നവരും അവസാനം പോയതും പോർച്ചുഗീസുകാരാണ്. ഓക്കെ. ആദ്യമായി വന്നതും പോർച്ചുഗീസുകാരുടെ സ്ഥലം ഏതൊക്കെ ഉണ്ടായിരുന്നു? ഇവിടെ വിദേശ ശക്തികൾ പിടിച്ചടക്കിയ നമ്മുടെ സ്ഥലങ്ങൾ പോ എന്ന് പറഞ്ഞാൽ ഗോ എന്നാണ് അല്ലെ. ഗോവ, ദമൻ ആൻഡ് ദിയു. ഗോവ, ദമൻ ആൻഡ് ദിയു. ദിയു ഇങ്ങനെയായിരുന്നു. പോ എന്ന് വെച്ചാൽ ഗോ. ഓക്കെ. പോർച്ചുഗീസ്, ഗോവ, ദമൻ ആൻഡ് ദിയു. കേട്ടോ? ശരി. അപ്പൊ ആദ്യം വന്നു, ഫസ്റ്റ് വന്നു, ലാസ്റ്റ് പോയി അല്ലെ. ഇത് പോർച്ചുഗീസുകാരാണ്, മറക്കല്ലേ. ശരി. പോർച്ചുഗീസുകാരുടെ വേറെ എന്തായിരുന്നു? പോ അല്ലെ, ചവിട്ട് നാടകം. ഓക്കെ. ചവിട്ട് നാടകം, മറക്കല്ലേ. ഇത്ര ഓക്കെ അല്ലേ. പിന്നെ വേറൊന്നും ഉണ്ടായിരുന്നല്ലോ, 1663 കൊച്ചി പിടിച്ചടക്കി പോർച്ചുഗീസുകാരിൽ നിന്ന് ആരാ? ഡച്ചുകാര്. ഓക്കെ. 1663. അതായത് ഒരു ക്വസ്റ്റ്യനല്ലേ കണ്ടുള്ളൂ, പക്ഷെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം, എന്നാലേ ഓർത്ത് വയ്ക്കത്തുള്ളൂ. ഒരു തവണ കേട്ടാലൊന്നും ആരും ഓർത്തിരിക്കത്തില്ല. അതൊന്നും ആരും വിഷമിക്കേണ്ട, നോർമല, വെരി നോർമൽ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? വേലുത്തമ്പി ദളവ, കുണ്ട്ര വിളംബരം 1809 അല്ലെ. ശരി. അപ്പം അതാരായിരുന്നു? കേണൽ ലീഗർ ആയിരുന്നു അല്ലെ. കേണൽ ലീഗർ ആണ്. നല്ല ചോദ്യം, 2023 ചോദ്യം, കേണൽ ലീഗർ. എന്നാൽ ആർത്തർ വെല്ലസ്ലി ആണെങ്കിൽ പഴശ്ശിരാജ, ടിപ്പു സുൽത്താൻ, ഇവർ ഇത്രയും പേരും തോപ്പിച്ചത് ആരാ? ആർത്തർ വെല്ലസ്ലി ആണ്. റിച്ചാർഡ് വെല്ലസ്ലി അല്ല, അതൊരു ഗവർണർ ജനറൽ ആണ്. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ കാണണം. അത് മാരത്തോൺ എടുത്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ബൈഹാർട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ തലയിൽ മൊത്തം GK കയറി, നിങ്ങളുടെ മനസ്സിൽ മൊത്തം നമ്മുടെ ക്ലാസ്സും കയറും. അങ്ങനെ കയറാറുണ്ടോ? കയറണം കേട്ടോ. മനസ്സിരുത്തി പഠിക്കുക എന്ന് പറഞ്ഞില്ല, അതൊക്കെ ഇങ്ങനെയാണെന്ന്. അപ്പോഴേ കേണൽ ലീഗർ, വേലുത്തമ്പി ദളവ, ആർത്തർ വെല്ലസ്ലി, പഴശ്ശിരാജ, ടിപ്പു സുൽത്താൻ. ഓക്കെ അല്ലേ. തോമസ് ആർവേ ബാബർ ആരായിരുന്നെന്ന് അറിയാമോ? ഈ പഴശ്ശിരാജയുടെ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നു തോമസ് ആർവേ ബാബർ. പട്ടാള മേധാവിയായിരുന്നു ആർത്തർ വെല്ലസ്ലി. മനസ്സിലായോ? റെഡി. പ്രാണി പിന്നെയും വന്നു കേട്ടോ. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം, അഞ്ചുതെങ്ങ് കുരുമുളകുമായി ബന്ധപ്പെട്ടത് 1697. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. സംഘടിത കലാപമാണെങ്കിൽ 1821 ആറ്റിങ്ങൽ കലാപം. ഓക്കെ. അഞ്ചുതെങ്ങ് കോട്ട പണിതത് 1695. നാക്കുളിക്കായിരിക്കും, മാത്സ് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം കോട്ട പണിതത് 1695 കോട്ട. കലാപമാണെങ്കിൽ 1697, 2 വർഷം കഴിഞ്ഞപ്പോൾ. മറക്കല്ലേ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വയനാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല എവിടെ? അഞ്ചുതെങ്ങ് അല്ലെ. കോട്ട പണിതത് 1695, കലാപം 1697, കുരുമുളകുമായി ബന്ധപ്പെട്ട. പഴശ്ശി കലാപം, അപ്പോഴേ ഞാൻ പറയാം, ഒന്നാമത്തെ പഴശ്ശി കലാപം 1793 മുതൽ 97 വരെ. ഇനി പറയാലോ എന്തായിരുന്നു കാര്യം? തെറ്റായ നികുതി നയം, ബ്രിട്ടീഷുകാരുടെ ടാക്സ്. ഇനി രണ്ടാമത്തതോ 1800 മുതൽ 1805 വരെ. എന്തായിരുന്നു? വയനാട് പിടിച്ചെടുക്കാൻ നോക്കി ബ്രിട്ടീഷുകാർ. അപ്പം പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള കറുവത്തോട്ടം എവിടെയാണ്? അഞ്ചരക്കണ്ടിയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ആദ്യമായിട്ട് ചോദിച്ചതാണെന്ന് തോന്നുന്നു. ഞാൻ ഇതിനു മുന്നേ ഇത് കണ്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചോണം. നമ്മുടെ 1663 കൊച്ചി പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ പിടിച്ചെടുത്തതുപോലെ ഇത് പഠിക്കണം. ഏതാ? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കറുവത്തോട്ടം എവിടെയാ? അഞ്ചരക്കണ്ടിയാണ്. ഓക്കെ അല്ലേ. ഇനി എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ആറ്റിങ്ങൽ കലാപം 1721 അല്ലെ. സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അത് കാരണമാണ് വേണാട് ഉടമ്പടി 1723 ഒപ്പുവെക്കുന്നത്. വേണാട് ഉടമ്പടി. അങ്ങനെയാണ് നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിന്റെ രാജാവായി വരുന്നത് അല്ലേ. ശരി. പക്ഷേ ഈ 23 8 വീട്ടിൽ പിള്ളമാരെ അടുപ്പിച്ചില്ല മാർത്താണ്ഡവർമ്മയെ. പിന്നെ അവരെ എല്ലാം അമർച്ച ചെയ്ത് 1729 മാർത്താണ്ഡവർമ്മ രാജാവായിട്ട് കയറുന്നത്. അപ്പൊ കഥകളെല്ലാം റിലേറ്റ് ചെയ്ത് പിന്നെ പറയാം. അപ്പം ബ്രിട്ടീഷ് സൈന്യം എവിടെ നിന്നുള്ളതാ വന്നത്? തലശ്ശേരി. ഓക്കെ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം? തലശ്ശേരിയിൽ നിന്നാണ്. തലശ്ശേരി. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം നിങ്ങൾ പറ. 1793 മുതൽ 97 വരെ തെറ്റായ നികുതി നയമായിരുന്നു കാരണം. 93 97 അല്ലെ. രണ്ടാമത്തത് 1800 മുതൽ 1805 വരെ വയനാട് പിടിച്ചെടുക്കാൻ നോക്കി. പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട പട്ടാള മേധാവി ആർത്തർ വെല്ലസ്ലി ആയിരുന്നു അല്ലെ. ആർത്തർ വെല്ലസ്ലി. പ്രാണിയെ ഞാൻ വെറുതെ വിടുക കേട്ടോ. ഇനി കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട കലാപം നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത് അഞ്ചുതെങ്ങ് കലാപം 1697, ചനാർ ലഹള 1859, ആറ്റിങ്ങൽ കലാപം 1721 സംഘടിത കലാപം അല്ലെ.
പിന്നെ നമ്മുടെ വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ടത് ആരായിരുന്നു? കേണൽ ലീഗർ കേട്ടോ. വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ടത് കേണൽ ലീഗർ ആയിരുന്നു. വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ടത് കേണൽ ലീഗർ. മറക്കല്ലേ, ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ഇപ്പൊ മറന്നുപോയി. അപ്പൊ ഏത് വിപ്ലവത്തിന്റെ സാക്ഷ്യം വഹിച്ചതാണ് പുരളിമല? റിപ്പീറ്റഡ്. പുരളിമല എവിടെയാണ് റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കുക? അത് കണ്ണൂര്. ഏതുമായി ബന്ധപ്പെട്ടതാ? പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ടതാ. മറക്കത്തില്ലല്ലോ. പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട സബ് കളക്ടർ ആരാ? തോമസ് ആവെ ബാബർ. ആ പട്ടാള മേധാവി ആരാ? ആർത്തർ വെല്ലസ്ലി. ആ സൈന്യം അറിയപ്പെട്ട പേരെന്താ? കോൽക്കാർ എന്നറിയപ്പെട്ടു. ഒന്നാമത്തെ തെറ്റായ നികുതി നയവുമായി ബന്ധപ്പെട്ടത്, രണ്ടാമത് വയനാട് പിടിച്ചടക്കിയതുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? ഇത്രയുള്ള മറക്കത്തില്ലല്ലോ. പിന്നെ ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയതുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ തലശ്ശേരി നിന്നാണ് റീഎൻഫോഴ്സ്മെന്റ് വന്നത്. ഇത്രയും റെഡി. ഇനി അടുത്ത, യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ വന്നതാരാ? വാസ്കോഡ ഗാമ 1498. എന്നാൽ വാസ്കോഡ ഗാമയുടെ പിൻഗാമി എന്ന് പറയുന്നത് ആരാ? പിൻഗാമിയായിട്ട് ഒത്തിരി ആൾക്കാരെത്തി. PSC വെച്ചാണ് പിൻഗാമി. ഒത്തിരി ആൾക്കാരെത്തി, ആൾവാരിസ് കബ്രാള്. എന്നാൽ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയ്, ഏറ്റവും ശക്തി എന്ന് പറഞ്ഞാൽ ബുക്കാണ്, ബുക്കിലെ അറിവാണ്, അൽ ബുക്കേർക്കാണ്. ഓക്കെ, ശക്തനാണ്, സ്ട്രോങ്ങസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ. എന്നാൽ കരമാർഗം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരനാണ്. കരമാർഗം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരൻ. കരമാർഗം പോർച്ചുഗീസുകാരൻ ആരായിരുന്നു? പെറോഡ. ഇല്ലേ? അല്ലല്ല, ഇതവിടെ നിൽക്കട്ടെ. അത് പെറോഡ കോവിൻഹ. കരമാർഗം, ലാൻഡ് വഴി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരൻ ആരാന്ന് ചോദിച്ചാൽ പെറോഡയാണ്. പെറോഡ കോവിൻഹയാണ്. ഓക്കെ. പിന്നെ ഫ്രാൻസിസ് ഡി അൽമേഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയ് ആണ്. ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയ് ഇന്ത്യയിലെ. ഓക്കെ. ഇനി ടിപ്പു സുൽത്താൻ നിന്നും ബ്രിട്ടീഷുകാർ മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ടിപ്പു കേരളം ആക്രമിച്ചത് 1789. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്തുവാൻ കേരളവർമ്മ പഴശ്ശിരാജയെ, അല്ലെ, കൊട്ടിയോട്ട് രാജ, കുറച്ചു മുന്നേ പറഞ്ഞതാ, കൊട്ടിയോട്ട് രാജ പഴശ്ശിരാജയെ സഹായിച്ചവരെ തിരഞ്ഞെടുക്കുക. നമുക്ക് എടച്ചേന കുങ്കനെ അറിയാം, കൈത്തേരി അമ്പുനായരെ അറിയാം. അപ്പം 3ഉം 4ഉം പേരും എന്തായാലും പാലിയത്തച്ഛൻ ഇല്ല, അല്ലെ? അപ്പം 2 എന്തായാലും ഇല്ല, ബാക്കി ഇത് 2ഉം വരുന്നുണ്ട്, 3ഉം 4ഉം വരുന്നുണ്ട്. ഓക്കെ, 3ഉം 4ഉം വരുന്നുണ്ട്, പക്ഷെ 2 എന്തായാലും ഇല്ലെന്ന് നമുക്കറിയാം, ആണല്ലോ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഉണ്ട്, ഇത് ചേർത്ത് പഠിച്ചോണ്ട് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പാലിത്തച്ഛൻ ഇല്ല, നമ്മൾ കണക്ട് ചെയ്ത് ഇതുവരെ കണ്ടിട്ടുമില്ല, അപ്പൊ പിന്നെ അത് വിട്ടേര്. ബാക്കിയുള്ളത് 3 പേരും വരുന്ന ഏക ഓപ്ഷൻ പിന്നെ ഇതേ ഉള്ളൂ കേട്ടോ. അപ്പം ചെമ്പൻ പോക്കർ ഇതുകൂടെ ആഡ് ചെയ്തു. ഇത് ഞാൻ ആദ്യമായിട്ട് അറിയുവാന്ന് തന്നെ വെച്ചോ. അപ്പം ഈ ഒരാളെ കൂടെ നമുക്ക് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കിട്ടും. കാരണം പാലിത്തച്ഛൻ ഇല്ലെന്നുണ്ടെങ്കിൽ 2 ഇല്ലാത്ത ഓപ്ഷൻ ആയിരിക്കും എന്തായാലും, അത് ഓർത്തോണം. എടച്ചേന കുങ്കൻ, കൈത്തേരി അമ്പുനായർ, പിന്നെ ചെമ്പൻ പോക്കർ. ഓക്കെ, ചെമ്പൻ പോക്കർ ആഡ് ചെയ്തു. പഴശ്ശിരാജുമായി ബന്ധപ്പെട്ട ചെമ്പൻ പോക്കർ, പഴശ്ശിരാജ ചെമ്പൻ പോക്കർ, പഴശ്ശിരാജ ചെമ്പൻ പോക്കർ കേട്ടോ. ഇനി ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത 1861, ബേപ്പൂര് മുതൽ തിരൂര് വരെ, അല്ലെ? ആരാ? ബ്രിട്ടീഷുകാരാ. വേലുത്തമ്പി ദളവ കുണ്ട്ര വിളംബരം 1809. ഇനി കനോലി പ്ലോട്ട് എന്തുമായി ബന്ധപ്പെട്ടതാ? തേക്ക് തോട്ടവുമായി ബന്ധപ്പെട്ടതാ, അല്ലെ? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആരാ? അഡ്മിറൽ വാൻഡ്രിയൽ ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് ഇത് ആരുടെ വലിയ സംഭാവനയാണെന്നറിയാമോ? ക്ലാസ് ലാസ്റ്റ് നിങ്ങൾ പഠിക്കും. സപ്പോസ് ഇപ്പൊ അവരെങ്കിൽ ഇപ്പോഴേ കമന്റ് ചെയ്തോ, ലാസ്റ്റ് പിന്നെയും കമന്റ് ചെയ്തു, ഇഷ്ടംപോലെ കമന്റ് ചെയ്തു, ക്ലാസ്സിൽ എന്തോരം ഇഷ്ടം വരുന്നു അത്രയും കമന്റ് ചെയ്തോ. അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസ്, അഡ്മിറൽ വാൻഡ്രിയൽ. ഹോർത്തൂസ് മലബാറിക്കസ്, അഡ്മിറൽ വാൻഡ്രിയൽ. ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ആരായിരുന്നു? ആഞ്ചലോസ് ഫ്രാൻസിസ്. വ്യാകരണ ഗ്രന്ഥം നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി മാർത്താണ്ഡവർമ്മയുടെ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ ഈ കൂട്ടത്തിൽ ഏതൊക്കെ? ഇത് ഡിഗ്രി ലെവൽ ചോദ്യമാണ്. ഇത് അത്യാവശ്യം നല്ല ഡിഫിക്കൽറ്റി ഉള്ളതാണ്. ഇതും കൂടെ നമുക്കൊന്ന് അറ്റൻഡ് ചെയ്ത് പോകാം. അപ്പം ഇവിടെ ഒരു ട്വിസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1753 മാവേലിക്കര ഉടമ്പടി. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നോക്കുമ്പോൾ 43 കിടക്കുന്നു, തെറ്റ് അല്ലെ? പക്ഷേ വെൽ ഡോക്യുമെന്റഡ് ആണ് 1753 മാവേലിക്കര ഉടമ്പടി. പക്ഷെ വെൽ ഡോക്യുമെന്റഡ് അല്ല. ആദ്യമായിട്ടൊരു സമാധാന സന്ധി വന്നത് 1743 മാവേലിക്കര ഉടമ്പടിയാണ് കേട്ടോ. ഇത് മറക്കരുത്, ഇതാണ് വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പൊ നമുക്കിത് അറിയത്തില്ലായിരുന്നു, ഇപ്പൊ ആഡ് ചെയ്തോണേ. അപ്പം ഇതിന്റെ അകത്ത് വരുന്നത് ഇതാണ് ഉത്തരം ശരിയായിട്ടുള്ളത്. നോക്കിക്കേ, ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലുള്ള യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. ഒന്ന് എന്തായാലും ഉണ്ടല്ലോ. ഓക്കെ, ഒന്നില്ലാത്തത് ഏതൊക്കെയാ? അതങ്ങ് കളയാമല്ലോ. ഇതാണ് എലിമിനേഷൻ. അപ്പൊ എന്തായാലും 2 ഓപ്ഷൻ അല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത് ഓർത്താൽ മതി. പിന്നെ അടുത്തത് നോക്കിക്കേ, വടക്ക് അധീനം പിടിച്ചെടുക്കുന്നത് ഡച്ചുകാർ ആഗ്രഹിച്ചിരുന്നു. ഓക്കെ. പിന്നെ ബറ്റാവിയിൽ നിന്നും ഡച്ചുകാർ ആവശ്യമായ സൈനിക സഹായം ലഭിച്ചിരുന്നില്ല. അപ്പം ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. അത് അറിയത്തില്ലല്ലോ, നമുക്ക് ഗൂഗിൾ ചെയ്ത് തന്നെ സെറ്റ് ആയിട്ട് കിട്ടിയത്, അല്ല ഇതൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പം 1, 2, 4 വരുന്നുണ്ട്. ഇതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഇത് പഠിച്ചു വെച്ചോണം. മാവേലിക്കരയാണ് നമ്മളെ എപ്പോഴും
കളഞ്ഞിട്ട് ഇതിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെ? മാവേലിക്കര ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ ഉടമ്പടിയാണ്. യുദ്ധം ചോദിച്ചാൽ കുളച്ചൽ യുദ്ധവുക. അപ്പൊ ആദ്യം സമാധാന സന്ധിയിൽ എത്തിയത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1743 മാവേലിക്കര ഉടമ്പടിയാണ്. എന്നാൽ വെൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ളതാണ് 53. അതുകൊണ്ട് അത് ശരിയാണ്. ഇത് മറക്കല്ലേ, ഇത് ഡിഗ്രി ലെവൽ ചോദ്യമാണ്, ടഫ് ആണെങ്കിലും വിഷമിക്കേണ്ട, അത് അങ്ങനെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മാത്രമല്ല ഇത് പാടായിട്ടുള്ളത്, മനസ്സിലായല്ലോ. അടുത്തതിലോട്ട് പോവാം. ഓക്കെ, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 2024. അതെ, ഇത് ലാസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഇടയ്ക്ക് ഡൗൺ ആവുന്നവരോ അയ്യോ ഇത്ര പാടാണോ വിചാരിക്കുന്നവരുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കഴിയുമ്പോൾ എന്താ പറയാൻ പോകുന്നത് ഞാൻ പറയാം. ശരിക്കും ഇത്രയേ ഉള്ളൂ സാർ, ഇത്രയും പഠിച്ചാൽ മതിയോ? സിമ്പിൾ ആണല്ലോ. ഞാൻ ഒത്തിരി കമന്റ് ഉണ്ടാവും കൊണ്ട് പറഞ്ഞതാണ്. ഇപ്പൊ ഇത് പഠിച്ചങ്ങോട്ട് സെറ്റ് ആവും കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ വീഡിയോ ഇതുവരെ തീർന്നിട്ടുള്ളൂ, ഇനിയും അങ്ങനെ തീരത്തുള്ളൂ. അപ്പം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാര്. ശരിയാ, അത് ബർത്തലോമിയ ഡയസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ബർത്തലോമിയ ഡയസ് അവിടെ നിൽക്കട്ടെ. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഓക്കെ, 1741 കുളച്ചൽ യുദ്ധം. വെൽ ഡോക്യുമെന്റഡ് അല്ലാത്തൊരു മാവേലിക്കര ഉടമ്പടി നമ്മളിപ്പോ പഠിച്ചു 43. എന്നാൽ വെൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ളത് 1753 അല്ലെ? ഡിഗ്രി ലെവലിൽ കണ്ടിട്ട് വന്നതാ, അതിന് മുന്നേ ഞാൻ കണ്ടിട്ടില്ലത്. പിന്നെ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗവുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരല്ല പോർച്ചുഗീസുകാരാണ് കാർട്ടേഴ്സ്. അത് നമ്മളിപ്പം SCERT-യിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇനി ഒന്നും പഠിക്കേണ്ട വേറെ എന്നുള്ളതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, കാണാപ്പം. അപ്പൊ അത് പോർച്ചുഗീസുകാരാണ് കാർട്ടേഴ്സ്, മറക്കരുത്. അപ്പൊ ഈ കൂട്ടത്തില് ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉം മാത്രമാണ്. ഓക്കെ അല്ലേ? 2024 റീസെന്റ് നമ്മൾ ചെയ്ത അനാലിസിസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരെണ്ണമാണിത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്യണേ, എന്നാലേ നമുക്ക് ഏതൊക്കെ പഠിക്കണം ഏതൊക്കെ വീക്ക് എന്ന് നമ്മൾ അറിയത്തുള്ളൂ. അതുകൊണ്ട് പറയുക, ആത്മാർത്ഥമായിട്ട് പറയാം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്താലേ നമുക്ക് ഏത് ഏരിയാസ് അറിയത്തില്ല എന്നറിയും, എന്നാലേ നമുക്ക് തന്നെ ടോപ്പിക് ബേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തിലോട്ട് പോവാം. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാ? തോമസ് ഹാർവേ ബാബറാണ് അല്ലെ? എന്നാൽ പട്ടാളം മേധാവി ആരായിരുന്നു? ആർത്തർ വെല്ലസ്ലി ആയിരുന്നു. ഇത് ഓക്കെ അല്ലേ? റെഡി? പിന്നെ വേറെ അൽ ബുക്കർക്ക് എന്തായിരുന്നു? ഏറ്റവും ശക്തനായ വൈസ്രോയ്. ബുക്കിന് ഭയങ്കര ശക്തിയാണ്, ബുക്കിലെ അറിവിന് ഭയങ്കര ശക്തിയാണ്. അൽമേഡ ഫസ്റ്റ് വൈസ്രോയ് മെയ്ഡ് ചെയ്തു. അൽമേഡ് ചെയ്തു എന്നങ്ങ് ഓർത്താൽ മതി. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമി ആരാ? ഒത്തിരി ആൾക്കാർ വന്നു, ആൾവാരിസ് കബ്രാൾ. ഇതൊക്കെ പുത്തൻ പേരുകളാണ്, അതുകൊണ്ട് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഓർത്ത് വെക്കാൻ പറ്റത്തില്ല, നോർമലാ, പലതവണ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സൂപ്പറായിട്ട് കിട്ടും. കേരള സിംഹം പഴശ്ശിരാജ. KM പണിക്കർ റിപ്പീറ്റഡ് ആയി ചോദിച്ചു. ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ആണ്. പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ. കണ്ടോ ചോദ്യങ്ങള്? ഇനിയിപ്പോ നോക്കണ്ടല്ലോ. പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി ഡാം കണ്ണൂര്, പഴശ്ശി മ്യൂസിയം കോഴിക്കോട് അല്ലെ? പഴശ്ശി ഗുഹ എവിടെയാ? മലപ്പുറം അല്ലെ? അപ്പം പിന്നെ അടുത്തത് വേണ്ട കനോളി പ്ലോട്ട്, റെയിൽ പാത 1861 തിരൂര് മുതൽ ബേപ്പൂര് വരെ. അപ്പൊ എല്ലാം ഇവിടെ കിട്ടിയല്ലോ. ഓക്കെ ആണ്. പോസ് ചെയ്ത് വായിക്കണേ അതൊക്കെ കേട്ടോ, പോസ് ചെയ്ത് വായിക്കണം. ഇത് വായിച്ചുകൊണ്ട് പോകാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. കുണ്ട്ര വിളംബരം, ശ്രീരംഗപട്ടണ ഉടമ്പടി, ഹോർത്തൂസ് മലബാർക്കസിന്റെ വേറെ സൂപ്പർ പടം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടി. ശ്രീരംഗപട്ടണ ഉടമ്പടി ടെക്സ്റ്റ് വന്നപ്പോൾ കുറെ പേർക്ക് സന്തോഷമായി. അതൊന്ന് കമന്റ് ചെയ്യണേ. ഒരു പ്രത്യേക ഫീഡ്ബാക്കിൽ നിന്നാണ് ഈ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം നിങ്ങൾക്കൊരു തോന്നൽ വരും ടെക്സ്റ്റിൽ നിന്ന് ഇല്ലയോ എന്ന്. അത് വേണ്ട, അതിന് വേണ്ടി ഇട്ടത് അല്ല. ആക്ച്വലി ഇത് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. ആ GK എല്ലാം ഇവിടെ പറയുന്നുണ്ട്. കുറച്ചുകൂടെ സന്തോഷം വരാൻ വേണ്ടിയാണ്, മാക്സിമം കംഫോർട്ടിന് വേണ്ടി. ഇനി ഒരു പാട്ടും സിനിമയും കൂടെ ഉള്ളു ഇതിൽ ആഡ് ചെയ്യാൻ, ഇനി കംഫോർട്ട് കൂട്ടാൻ. ഇത് നോക്കിക്കേ, കാർട്ടാസ് ഓഫ് പോർച്ചുഗീസ് കണ്ടോ? ഇതല്ലേ കുറച്ച് ബ്രിട്ടീഷുകാരെന്ന് പറയുന്ന തെറ്റായ സ്റ്റേറ്റ്മെന്റ്. കാർട്ടാസ് പോർച്ചുഗീസുകാരുടെയാണ് അല്ലെ? അതും അപ്പൊ സെറ്റായല്ലോ, ഹാപ്പി. സംക്ഷേപ വേദാർത്ഥം എന്താ? സംക്ഷേപ വേദാർത്ഥം മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. അപ്പം ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ്. പിന്നെ നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ട്, BEM-ന്റെ ആളുമാണ്. ഇത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. അപ്പൊ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ട നമ്മുടെ ഫാൽക്കൺ കുടുംബത്തിൽ ചേരാൻ മടിക്കണ്ട. ഇപ്പൊ ഒത്തിരി ആദ്യമൊക്കെ മടിയായിരിക്കുമല്ലോ, പിന്നെ വരുമ്പോഴത്തേക്കും സെറ്റ് ആവും. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനൽ അതാ ഫാൽക്കൺ PSC കേട്ടോ.
അപ്പം 50 ഡേയ്സ് ചലഞ്ചിന്റെ ഭാഗമായി ഈ ക്ലാസ്സും നിങ്ങൾ അത് ജോയിൻ ചെയ്തോണേ. ഇപ്പൊ ഇതിന്റെയൊക്കെ ഇത് ഇത്ര ക്ലിയർ അല്ലെന്ന് എനിക്കൊന്ന് തോന്നുന്നു അല്ലെ, അതുകൊണ്ട് അത് ഞാൻ ഇട്ട് തരാം ഗ്രൂപ്പിൽ. ഇത് വേറെ എല്ലാം പക്ക ക്ലിയറാ. അപ്പൊ നമ്മുടെ ഫാൽക്കൺ PC 10:30 ടെലിഗ്രാമിൽ ലൈവ് ഉണ്ട്, എല്ലാവരും എത്തണം. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, പിന്നെയും കമന്റ്. ഒരു ലൈക്കുള്ള അടിക്കണ്ട, ഡിസ്ലൈക്ക് ആവും. അപ്പൊ അതൊക്കെ ചെയ്യണേ. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടല്ലേ, എന്നാലും ഒന്നുകൂടി ഇട്ട് തരാം. ഇത് ക്ലാരിറ്റി ഇല്ല, അതിനുമില്ല, അത് രണ്ടും ഇട്ട് തരാം. ഹോർത്തസ് മലബാറിക്കസ് ഏത് ഭാഷയിലാണ്? ഇപ്പൊ ഇത് നിങ്ങൾ ചെയ്തോ, ഞാൻ ആ ബുക്ക് വായിച്ചു തരാം. ലാറ്റിൻ. ഓക്കെ, ലാറ്റിൻ ഭാഷ. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ഹാപ്പി ആയിക്കൊണ്ടിരിക്കുമല്ലേ എല്ലാവരും? ഓക്കെ, അയക്കോ, ഇഷ്ടംപോലെ അയക്കോ. കുഞ്ഞാലി മരക്കാർ ഉൾക്കഥകൾ. നമ്മുടെ ചാലിയങ്കോട്ട ആരായിരുന്നു? കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ അല്ലെ. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടതും 1721. ഇതിന്റെ എല്ലാം ഒന്നുകൂടെ വേണമെങ്കിൽ ഗ്രൂപ്പിലിട്ട് തരാം കേട്ടോ. കുളച്ചൽ യുദ്ധം 1741. താഴെ പറയുന്ന വസ്തുക്കളിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ചു. സന്തോഷം തോന്നുന്നില്ല, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു വന്ന സംഭവമാണ് കിട്ടുക. ഇതിവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്, അല്ലാതെ ഗണിച്ചറിഞ്ഞതല്ല. ഇത് നിങ്ങൾ പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശം എനിക്ക്. ഓക്കെ, പഠിക്കാൻ വേണ്ടി. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ചു, അതറിയാം അല്ലെ. പിന്നെ അടുത്തത് കൂനിൻ കുരിശ് സത്യപ്രതിജ്ഞ എന്താണെന്നറിയാമോ? ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത്, അതിനുവേണ്ടി പ്രത്യേക നോട്ട്സ് ഉണ്ട്. ഞാൻ ആ ഫാസ്റ്റ് ആയിട്ട് എഴുതി കേട്ടോ, അതായത് ഇതെന്തായാലും ക്ലാസ്സിൽ പറയണം. പിന്നെ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, അതാ പ്രശ്നം. എന്തായാലും ഒന്ന് ഓർത്തോണേ. ഉദയം പേരൂർ സുന്നഹദോസ് കേട്ടോ. ഉദയം പേരൂർ സുന്നഹദോസ്. ഇത് പഠിക്കണം, മസ്റ്റ് ആണ്. കേട്ടിട്ടില്ലായിരിക്കും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഉദയം പേരൂർ സുന്നഹദോസ്. ഓക്കെ, 1599. എന്താ പറയാ, റോമിനോടും പോപ്പിന്റെയും കീഴിലാക്കുക കേരളത്തിലെ ക്രൈസ്തവ സഭയെ അന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള വന്നതാണ് ഉദയം പേരൂർ സുന്നഹദോസ്. 1599 റോം പിന്നെ മാർപ്പാപ്പ അല്ലെ. ഓക്കെ, അപ്പം ഉദയം പേരൂർ സുന്നഹദോസ് 1599 ആണത്. എന്നാൽ അപ്പൊ എന്ത് ചെയ്തു? പിന്നെ അപ്പൊ വേറെ കുറെ വിഭാഗങ്ങളൂടെ ഫോം ചെയ്തു. ഇത് പറ്റത്തില്ലെന്നും ഇതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഒരു സത്യപ്രതിജ്ഞയാണ് കൂനിൻ കുരിശ് സത്യപ്രതിജ്ഞ. അത് 1653 ആണ്. ഓക്കെ, കൂനിൻ കുരിശ് സത്യപ്രതിജ്ഞ. അപ്പൊ ഉദയം പേരൂർ സുന്നഹദോസ് റോമിനോടും മാർപ്പാപ്പയോടും അല്ലെ, പോപ്പിനോടും അണ്ടറിലായിട്ടുള്ള ഒരു ക്രൈസ്തവ സഭയെ കേരളത്തിൽ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ശരി. അപ്പൊ അത് നടന്നു. അതാണ് 1599 ഉദയം പേരൂർ സുന്നഹദോസ്. 1599 ഉദയം പേരൂർ സുന്നഹദോസ്. അതിനെ എതിർത്തുകൊണ്ട് അങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല വിഭാഗം കൂടെ വന്നു. അത് കൂനിൻ കുരിശ് സത്യപ്രതിജ്ഞ 1653. ഇത് രണ്ടും പഠിക്കണം. അപ്പം ഈ വർഷം ഇവിടെ തെറ്റല്ലേ തന്നേക്കുന്നേ, അത് കിട്ടിയല്ലോ, അത് മതി. അപ്പൊ 3 തെറ്റായതുകൊണ്ട് ഇവിടെ 3 ഉള്ളതെല്ലാം കളയാം. 1, 2, 3, 4 എന്ന ഇതിന്റെ അർത്ഥം എല്ലാം ശരിയെന്ന് വെച്ചാൽ അപ്പോഴേ ഇത് കിട്ടി. ഓക്കെ, അപ്പൊ 788 ശങ്കരാചാര്യർ ജനിച്ചു. 1341 മുസിരിസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം വരികയും ചെയ്തു. പഠിച്ചല്ലോ. ഇനി ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് തരാം ഇത്. ഓക്കെ, ഇനി യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്ക് നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി എത്തിയത് ആരാണ്? വാസ്കോഡ ഗാമ. പിന്നെ ആൽമേഡ എന്തായിരുന്നു? മെയ്ഡ് ചെയ്തു. ആദ്യമായിട്ടൊന്ന് ഉണ്ടാക്കി വെക്കുക, മെയ്ഡ് ചെയ്തു. എന്ത് മെയ്ഡായി? ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയ്. ശരി. പിന്നെ ഇത് ഇച്ചിരി വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ വേറെ കളർ ഒന്ന് ചെയ്ത് നോക്കാം. അൽബുക്കർക്ക് ബെസ്റ്റ്. അൽബുക്കർക്ക് ബുക്ക് ഭയങ്കര സ്ട്രോങ് ആണ്, ശക്തിയാണ് ബുക്കിലെ നോളജ് അല്ലെ. അപ്പൊ സ്ട്രോങ്ങസ്റ്റ് വൈസ്രോയ്. ശരി. ഇനി പെഡ്രോഡ ആൾവാരിസ് കബ്രാൾ. ഒത്തിരി ആൾക്കാർ വന്നു. വാസ്കോഡ ഗാമയുടെ പിൻഗാമി. അത് മാത്രമല്ല പണ്ടകശാല പണി കഴിപ്പിച്ചത്. പണ്ടകശാലയിൽ എന്തായാലും ഒത്തിരി ആൾക്കാർ വരത്തില്ലയോ അല്ലേ? പണ്ടകശാലയിൽ ഒത്തിരി ആൾക്കാർ വരത്തില്ലേ? അത് ഓർത്തോണ്ട് പണ്ടകശാലയിൽ ഒത്തിരി ആൾക്കാരും വരും. ഓക്കെ ആണല്ലോ, ശരി. ഇനി ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യൻ ആരാ? പോർച്ചുഗീസുകാരാണ്. ഇവർ വന്നതും ഇവരുടെ എല്ലാ കമ്പനികളും എല്ലാം നമ്മൾ പഠിക്കും. വെയിറ്റ് ചെയ്യൂ, ഘട്ടം ഘട്ടമായിട്ട് പോവുക. ഓക്കെ, വെയിറ്റ് ചെയ്യണം. ഇനി കുരുമുളക്, അതുമായി ബന്ധപ്പെട്ട് അപ്പോഴേ അറിയാലോ, അഞ്ചുതെങ്ങ് കലാപം എനിക്ക് തന്നെ കണ്ടുപിടിക്കുന്നില്ല. 1695 അഞ്ചുതെങ്ങ് കോട്ട കലാപം 1697 അല്ലെ. ആറ്റിങ്ങൽ കലാപം സംഘടിത കലാപമാണ്. വെറും കലാപം ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചുതെങ്ങ് കലാപമാണ്. ചെന്നാർലഹള 1859 വൈകുണ്ഠസ്വാമികൾ. അത് വേറെ ടോപ്പിക്കിന് വേണ്ടിയുള്ളത്, അത് പിന്നീടായിട്ട്. ഉദയം പേരൂർ സുന്നഹദോസ് 2018. ഉദയം പേരൂർ സുന്നഹദോസ് 2 തവണ ചോദിച്ചത് നിങ്ങൾ ഇപ്പൊ കണ്ടല്ലോ, അത്രയും മതി. ഉദയം പേരൂർ സുന്നഹദോസ് ഏത് വർഷമായിരുന്നു? 1599. റോമിനോടും പോപ്പിനോടും വിധേയമായിട്ടുള്ള ക്രൈസ്തവ സഭയെ വാർത്തെടുക്കുക.
ഓക്കെ, 1599. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ടുള്ളത് ഏതായിരുന്നു? കൂനിൻ കുരിശ് സത്യപ്രതിജ്ഞ അല്ലെ? കൂനിൻ കുരിശ് സത്യപ്രതിജ്ഞ 1653. ഉദയം പേരൂർ സുന്നഹദോസ് 1599, കൂനിൻ കുരിശ് സത്യപ്രതിജ്ഞ 1653. അപ്പം ഉദയം പേരൂർ സുന്നഹദോസ് 1599, കൂനിൻ കുരിശ് സത്യപ്രതിജ്ഞ 1653. ഉദയം പേരൂർ സുന്നഹദോസ് 1599, കൂനിൻ കുരിശ് സത്യപ്രതിജ്ഞ 1653. ഇതൊന്ന് ബാക്ക് അടിച്ചൊരു 10 തവണ കേട്ടാലും കുഴപ്പമില്ല. ഇത് പഠിച്ചിട്ടേ മുന്നോട്ട് പോകാവൂ. റാങ്ക് അടിക്കണമെങ്കിൽ ഒരു പോയിന്റും കളയണ്ട, നമ്മൾ പഠിക്കുന്നത് ചെയ്യുവോ? കളയല്ലേ കേട്ടോ. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓക്കെ, കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാർക്കസ്. അഡ്മിറൽ വാൻഡ്രീഡ് അല്ലായിരുന്നോ? ഓക്കെ, ഡച്ച് ഗവർണർ ആയിട്ടുള്ള വാൻഡ്രീഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത്. ഓക്കെ, പിന്നെ ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായിട്ടുള്ള എന്താ? പ്രയോഗ സമുച്ചയം. അറിയത്തില്ല അല്ലെ? അറിയത്തില്ല, അത് അങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ 1678 1703 ആംസ്റ്റർഡാം ആണ്. ആംസ്റ്റർഡാമും ലാറ്റിൻ ഭാഷയും നമുക്കറിയാം. അപ്പൊ 1, 2, 4 എന്തായാലും ഉണ്ട്. എന്നാൽ മൊത്തം കൂടെ ഉള്ളതുമില്ല, ഭാഗ്യം എന്ന് പറയാം. അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബവ് വന്നാലും കൺഫ്യൂഷൻ ആയേനെ. ഓക്കെ, അപ്പൊ 1, 2, 4 ചിലപ്പോൾ ലക്ക് ഫേവർ ചെയ്യും. എന്നാൽ എപ്പോഴും ലക്ക് ഇല്ല. ലക്ക് കം ഫോർ ദ ബെസ്റ്റ് കേട്ടോ. പ്രിപ്പയർ ചെയ്ത് ബെസ്റ്റ് ആയിരിക്കുമ്പോഴേ നമുക്ക് ആ ലക്ക് എന്നുള്ള ഫാക്ടർ വരും. ഇത് 3 അറിയത്തില്ല, ലക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പൊ ഈ 3 കളഞ്ഞേര് ബാക്കിയെല്ലാം നോക്കിയാണ്. ആംസ്റ്റർഡാം ആണ്, ലാറ്റിൻ ഭാഷയിൽ നിന്നുമാണ്. ഈ എന്താ പറയാ, നമ്മുടെ ഹോർത്തൂസ് മലബാർക്കസിന്റെ സൂപ്പർ പടങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. വെയിറ്റ്, നിങ്ങൾ ഇതുവരെ കണ്ടു കാണത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. അത്രയും അടിപൊളി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇനി ഘട്ടം ഘട്ടമായിട്ട് മൊത്തം റിവിഷനിലോട്ട് പോകുക. ഇതുവരെ നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് തന്നെ വിചാരിച്ചാൽ മതി. ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ തുടങ്ങാൻ പോകും. റെഡി ആണല്ലോ? അപ്പൊ ഇതുവരെ ക്ലാസ് കണ്ടോ? ഒരു പോസ് ചെയ്യുക, കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കണ്ണൊക്കെ ദൂരേക്ക് നോക്കി എല്ലായിടത്തും ഓടി മിണ്ടി വന്നിട്ട് ഞാൻ പഠിക്കാൻ പോകണേ ശല്യപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞു വന്ന് സെറ്റ് ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പൊ അത് മസ്റ്റ് ആണ്. വെള്ളം കുടിക്കണം, റിഫ്രഷ് ആവും അപ്പം കേട്ടോ. പിന്നെ വേറെ എന്താ, എപ്പോഴും വീട്ടിലിരിക്കുന്നവരുണ്ട്, എല്ലാവരുടെ ഒന്ന് മിണ്ടാനും ഒന്ന് ചുറ്റിനിറങ്ങി നടക്കാനും നോക്കണം. നമ്മുടെ മൈൻഡ് മസ്റ്റ് ആണ്, ഹെൽത്ത് മസ്റ്റ് ആണ് കേട്ടോ. ഇതൊക്കെ നോക്കിക്കോണേ. അപ്പൊ തുടങ്ങുവാണ്. ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? എന്തായിരുന്നു? ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശി, അത് അറബികളാണ്. ഓക്കെ, അത് അറബികളാണ്. ഓക്കെ, എന്നാൽ കടൽ മാർഗം എത്തിയത് യൂറോപ്യന്മാരാണ്. ആരാത്? പോർച്ചുഗീസുകാർ. അപ്പം കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ പറയും? പോർച്ചുഗീസുകാരാണ് അല്ലെ? അപ്പൊ അത് പോർച്ചുഗീസുകാരാണ്. റെഡി? അപ്പൊ പോർച്ചുഗീസുകാര്. ഓക്കെ, പിന്നെ അടുത്തത് കേരളത്തിൽ ആദ്യമായി വന്നതും അവസാനം ഇന്ത്യ വിട്ടുപോയതും, അത് റിപ്പീറ്റഡ് ചോദ്യമല്ലായിരുന്നോ? ആദ്യമായിട്ട് വന്നതും പിന്നെ അവസാനം വിട്ടുപോയതും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാ? അതും ആര് തന്നെ? പോർച്ചുഗീസുകാർ. ആദ്യം വന്നു അവസാനം പോയതും പോർച്ചുഗീസുകാര്. 1498 വാസ്കോ ഡ ഗാമ. ഓക്കെ ആണല്ലോ? ഇത്രയും സെറ്റ് അല്ലേ? ഇനി അടുത്തത് അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് അറിയപ്പെടുന്നത് വാസ്കോ ഡ ഗാമയാണ്. അങ്ങനെ പറഞ്ഞത് ആരാ? മാനുവൽ രാജാവ്. അതായത് വാസ്കോ ഡ ഗാമയെ പറഞ്ഞു വിട്ട ആളാണ് ഈ മാനുവൽ രാജാവ് അല്ലെ? ഓക്കെ, വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് യാത്ര ആരംഭിച്ച സ്ഥലം ഏതാ? ആ മാപ്പ് നോക്കിയിട്ട് വരാം, അലയിച്ച് കഴിയുമ്പോൾ വരും. അപ്പൊ ഞാനത് ഒന്നുകൂടെ പറയാം. ഇന്ത്യയിലേക്ക് യാത്ര ആരംഭിച്ച സ്ഥലം ഏതാ? ലിസ്ബൺ ആണ്. ഓക്കെ, ലിസ്ബണിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. എത്തിയത് 1498. ഓക്കെ അല്ലേ? റെഡി? ഓക്കെ, ഇനി വാസ്കോ ഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയ വർഷം 1498 മെയ് 20 ആണ്. 1498 മെയ് 20. മറക്കല്ലേ, മെയ് 20 ആണ്. റെഡി? പിന്നെ വാസ്കോ ഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിയ വർഷം ഏതാണ്? ലിസ്ബണിലേക്ക് ഏത് വർഷമാണ് മടങ്ങിയത്? 1499. എല്ലാം കണ്ടു, ബോധിച്ചു, അങ്ങ് ചെന്നു കേട്ടോ. 1498 ഇങ്ങ് വന്നു, പിന്നെ 1499 ആയപ്പോ തിരിച്ചു പോയി അല്ലെ? ഒട്ടകത്തിന് കാല് വെച്ച കഥ ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, പിന്നെ വാസ്കോ ഡ ഗാമ രണ്ടാമതെത്തി 1502, മൂന്നാമതെത്തി 1524. നോക്കിക്കേ, വാസ്കോ ഡ ഗാമ രണ്ടാമതെത്തിയത് 1502, മൂന്നാമതും അവസാനമായിട്ടും എത്തിയത് 1524, വൈസ്രോയി ആയിട്ട് എത്തിയതും 1524 കേട്ടോ. ശരി, അപ്പൊ നമ്മുടെ ഉദയംപേരൂർ സുന്നഹദോസ് എപ്പോഴായിരുന്നു? 1599. കൂനിൻ കുരിശ് സത്യപ്രതിജ്ഞ 1653. പറഞ്ഞു ഞാനും പഠിച്ചു, നിങ്ങളും പഠിക്കണം. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ ഏതാ? ഇപ്പൊ സെയിന്റ് ഗബ്രിയേൽ ആണ്. ഓക്കെ, സെയിന്റ് ഗബ്രിയേല. കൂടെ 2 കപ്പലുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണെന്നറിയാമോ? ഏതൊക്കെയായിരുന്നു? റാഫേലും പിന്നെ ബെരിയോയും. റാഫേലും ബെരിയോയും അല്ലെ? ഇത് ആദ്യമായിട്ട് വന്നപ്പോഴുള്ള കപ്പലുകളാണ്. 1498. രണ്ടാമത് 1502 രണ്ടാമത് വന്നപ്പോ 15 കപ്പലും 800 ആൾക്കാരും ഉണ്ടായിരുന്നു. ഓക്കെ അല്ലെ? എല്ലാം കൊണ്ടുപോണ്ടേ. ഓക്കെ, അപ്പം സെന്റ് ഗബ്രിയേല്, പിന്നെ റാഫേല്, ബെരിയോ.
വാസ്കോഡഗാമ രണ്ടാമതായി കേരളത്തിൽ എത്തിയത് എപ്പോഴാ? 1502 അല്ലെ? 15 കപ്പലുണ്ടായിരുന്നു, 800 ആൾക്കാരും ഉണ്ടായിരുന്നു. മൂന്നാമത് എത്തിയത് 1524 വൈസ്രോയി ആയിട്ട് എത്തിയത് 1524, അവസാനമായിട്ട് എത്തിയത് 1524. ഇനി കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി. കരമാർഗം മീൻസ് റോഡ് അല്ലെ? റോഡ്, പെർറോഡ കോവിൻഹ. കരമാർഗം റോഡ്, കരമാർഗം ലാൻഡ് മാർഗത്തിൽ പെർറോഡ കോവിൻഹയാണ് അല്ലെ? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആളാണ് ബർത്തലോമിയ ഡയസ്. ഓക്കെ ആണല്ലോ. ആൾവാരിസ് ആരായിരുന്നു? ആൾവാരിസ് കബ്രാള്. പണ്ടകശാല ആൾവാരിസ് ആയിരുന്നു. പിന്നെ വാസ്കോഡഗാമയുടെ പിൻഗാമിയും ആൾവാരിസ് ആയിരുന്നു അല്ലെ? ഇനി വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയത്, പിൻഗാമിയായി ഒത്തിരി ആൾക്കാരെത്തി, ആൾവാരിസ് കബ്രാളാണ്. എന്നാൽ പെർറോഡ കരമാർഗം എത്തിയത്, റോഡ് വഴി എത്തിയത് പെർറോഡ കോവിൻഹ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ചെത്തിയത് ബർത്തലോമിയ ഡയസ് ആണ്. ഇനി നീലജല നയം നടപ്പിലാക്കിയത് ആരാണ്? നീലജല നയം, ബ്ലൂ വാട്ടർ പോളിസി. നീലജല നയം നടപ്പിലാക്കിയത് അൽമേഡയാണ്. ഓക്കെ, നീലജല നയം നടപ്പിലാക്കിയത് അൽമേഡ. ഓക്കെ, മെയ്ഡ് ചെയ്തു. എന്ത് മെയ്ഡ് ചെയ്തു? ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി, ഫസ്റ്റ് വൈസ്രോയി അൽമേഡ. പക്ഷെ ഏറ്റവും ശക്തൻ ആരാ? രണ്ടാമത്തെ ബുക്കേർക്ക്. ഓക്കെ, ബുക്കേർക്ക്, ഏറ്റവും ശക്തനായിട്ടുള്ളത് ബുക്കേർക്കാണ്. അൽമേഡ നീലജല നയം, ബ്ലൂ വാട്ടർ പോളിസി. പിന്നെ കാർട്ടസ് ആരുമായി ബന്ധപ്പെട്ടതാ? പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടത്. ഇമ്പോർട്ടന്റ് ആ, മറക്കല്ലേ. ഇനി ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ്, കേട്ടോ, മുൻപല്ല. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ചത് ആരാ? ബർത്തലോമിയ ഡയസ്. കരമാർഗം എത്തിയത് ആരാ? പെർറോഡ കോവിൻഹ. ആൾവാരിസ് കബ്രാൾ എന്തായിരുന്നു? പണ്ടകശാല പണിതത് ആൾവാരിസ് കബ്രാൾ ആണ്. വാസ്കോഡഗാമയുടെ പിൻഗാമിയും ആൾവാരിസ് കബ്രാൾ ആണ്. നീലജല നയം ആരായിരുന്നു? ബ്ലൂ വാട്ടർ പോളിസി. ബ്ലൂ വാട്ടർ പോളിസിയും പിന്നെ ഫസ്റ്റ് വൈസ്രോയും ആരായിരുന്നു? അൽമേഡയാണ്. ഓക്കെ, ഇത് അൽമേഡയാണ്. അടുത്ത, ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ്? യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട, ആദ്യത്തെ കോട്ടയൊക്കെ മാനുവലി ക്രിയേറ്റ് ചെയ്തതാണെന്ന് ഓർത്തോണം. ഓക്കെ, മാനുവലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ മാനുവൽ ഗിയറും ഓട്ടോമാറ്റിക് ഗിയറും ഇല്ല. അപ്പൊ ആദ്യകാലങ്ങളിലൊക്കെ മാനുവൽ ആണ്, മാനുവൽ കോട്ട, കേട്ടോ. ഈ മാനുവൽ കോട്ടയുടെ വേറെ പേരുകളൊക്കെ അറിയാം. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ? ഈ മാനുവൽ കോട്ടയാണ്. ഇപ്പൊ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാ? ഈ മാനുവൽ കോട്ടയാണ്. ഓക്കെ അല്ലേ? മാനുവൽ കോട്ട. പിന്നെ അടുത്തത്, വാസ്കോഡഗാമയുടെ ഭൗതിക അവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പൊ ആദ്യമേ എവിടെയാണെന്ന് അറിയാം? സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലായിരുന്നു ആദ്യം. പിന്നീട് അത് എങ്ങോട്ട് കൊണ്ടുപോയി എന്നറിയാം? ജെറോമിനസ് കത്തീഡ്രലിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, അത് മതി, ഒത്തിരി റിപ്പീറ്റ് ആണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ ഫീരങ്കി എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? ചാലിയം കോട്ട അല്ലെ? ഈ ചാലിയം കോട്ട പിടിച്ചെടുക്കാൻ സാമൂതിരി സഹായിച്ചതാരായിരുന്നു? കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. ഓക്കെ അല്ലേ? മാനുവൽ കോട്ട എന്തുവായിരുന്നു? 1503 പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട, ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് ഈ മാനുവൽ കോട്ട. ഓക്കെ അല്ലേ? അത് മതി. പിന്നെ അടുത്തത്, 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോത്തിക് ശൈലി, കേട്ടോ. അത് ഗോത്തിക് ശൈലിയാണ്. ഇനി അടുത്തത്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡഗാമയെ വിശേഷിപ്പിച്ച് അദ്ദേഹത്തെ പറഞ്ഞു വിട്ട ആള് തന്നെ മാനുവൽ രാജാവ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലെ മാനുവൽ കോട്ടയ്ക്ക് കൊടുത്തത് മാനുവൽ കോട്ട, അഴീക്കോട്ട, അയക്കോട്ട, കൊച്ചിൻകോട്ട, വൈപ്പിൻകോട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് അതാണ്. ഓക്കെ അല്ലേ? കപ്പലുകൾ ഏതൊക്കെയായിരുന്നു? സെന്റ് ഗബ്രിയേല്, പിന്നെ വേറെ ഏതാ? റാഫേല് ബെരിയോ. റെഡിയാണല്ലോ? ബർത്തലോമിയ ഡയസ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആള്. പെറോഡ കോവിൻഹ കരമാർഗം, ലാൻഡ് മാർഗം വന്നെയാണ് റോഡ്. ഓക്കെ. പിന്നെ അടുത്തത്, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ചത് എപ്പോഴാണ്? പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628. ഓക്കെ, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1498 പോർച്ചുഗീസുകാർ വന്നു. ആദ്യം വന്നതും ഫസ്റ്റ് വന്നു, ലാസ്റ്റ് പോയത് ആര്? റിപ്പീറ്റഡ് ചോദ്യം, പോർച്ചുഗീസുകാര്. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628, കേട്ടോ, 1628. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഏതൊക്കെയാ? ഇത് റിപ്പീറ്റഡാ, അറിയാമല്ലോ, ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ. എന്ന് പറഞ്ഞ ഗോ എന്ന ഇംഗ്ലീഷിൽ, എന്ന് പറഞ്ഞ ഗോ. ഓക്കെ, ഗോവ, ദമൻ ആൻഡ് ദ്വീപ് പോർച്ചുഗീസുകാരുടേതാണ്. ഓക്കെ, ഗോവ, ദമൻ ആൻഡ് ദ്വീപ്. ഇനി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം, പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലത്തെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയ. പിന്നീടാണ് അത് ഗോവയിലേക്ക് ആക്കിയത് അല്ലെ? അങ്ങനെ ഗോവ, ദമൻ ആൻഡ് ദ്വീപ് പോർച്ചുഗീസുകാർ പിടിച്ചടക്കിയായിരുന്നു. ഓക്കെ അല്ലേ? മറക്കരുത്. ഇനി അടുത്തത്, പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം ഏതാ? ഒന്നുകൂടെ ചോദിച്ചാൽ നിങ്ങൾ ഞെട്ടണ്ട. അപ്പം PSC ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ അവിടെ ചോദിച്ചെന്നിരിക്കും. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ അത് നേരിടാൻ റെഡി ആവണം.
ഓക്കെ, കൊച്ചി പിന്നീട് അത് എങ്ങോട്ട് മാറ്റി, ഗോവയിലോട്ട് മാറ്റി അല്ലെ. ഗോവ ദമനം ദ്വീപ് പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു. ഇനി പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശം വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്തതാ ബോംബെ ദ്വീപ് കേട്ടോ. എന്താ അല്ലെ, കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ. പണ്ടകശാലയാണ് ഒത്തിരി ആൾക്കാർ കൂടും. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയും പിന്നെ പണ്ടകശാല പണിതതും ആരായിരുന്നു, ആൾവാരിസ് കബ്രാളാണ്. ഒത്തിരി ആൾക്കാർ കൂടും അല്ലെ. ഇനി അടുത്ത് ചാലിയൻകോട്ടയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യം ഏതാണ്? ചാലിയൻകോട്ടയുടെ വിജയവുമായി ബന്ധപ്പെട്ടത് എന്താണ്? ഫത്തഹുൽ മുബീൻ അല്ലെ, ഫത്തഹുൽ മുബീൻ. ഇപ്പൊ ഇത് കണക്ട് ചെയ്യാൻ പാടില്ല. ചാലിയൻകോട്ട ഫത്തഹുൽ മുബീൻ, ചാലിയൻകോട്ട ഫത്തഹുൽ മുബീൻ. ഓക്കെ, കണക്ട് ചെയ്യാൻ എന്തെങ്കിലും കൂടെ കമന്റ് ചെയ്ത് അടുത്ത ക്ലാസ് ഞാൻ എടുത്ത് അടുത്ത ക്ലാസ് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഒന്നും ചാലിയൻകോട്ട ഫത്തഹുൽ മുബീൻ. എന്നാൽ മുസ്ലിങ്ങളോട് പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ തൂഫത്തുൽ മുജാഹിദീൻ ആണ്. അതേപോലെ പോർച്ചുഗീസുകാരുടെ അതിക്രമങ്ങളെ പറ്റിയൊക്കെ എഴുതിയിട്ടുള്ള ബുക്കും ഏതാ, തൂഫത്തുൽ മുജാഹിദീൻ ആണ്. ചാലിയൻകോട്ടയുമായി ബന്ധപ്പെട്ടത് ഫത്തഹുൽ മുബീൻ, ചാലിയൻകോട്ടയുമായി ബന്ധപ്പെട്ടത് ഫത്തഹുൽ മുബീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതി ഏതാ, തൂഫത്തുൽ മുജാഹിദീൻ ആണ്. ചാലിയം കോട്ടയുമായി ബന്ധപ്പെട്ടതാണ് ഫത്തഹുൽ മുബീൻ. ഓക്കെ അല്ലേ. പിന്നെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയ്, ഏറ്റവും ശക്തൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഏറ്റവും ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കിൽ നിന്നുള്ള അറിവുകളാണെന്ന് അങ്ങ് ഓർത്താൽ പോരെ. അതാരാ? അൽ ബുക്കേർക്കാണ്. ഓക്കെ, അൽ ബുക്കേർക്കാണ്. ആൽവാരിസ് കബ്രാള് പണ്ടകശാല, പിന്നെ പിൻഗാമി. ഓക്കെ, വാസ്കോഡ ഗാമ ഒന്നാമത് എത്തിയത് 1498, രണ്ടാമത് എത്തിയത് 1502, മൂന്നാമത് എത്തിയത് 1524, മൂന്നാമതും അവസാനം വൈസ്രോയ് ആയിട്ട് എത്തിയത് അല്ലെ. ഇനി ഇന്ത്യയിലെ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും തലസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലോട്ട് മാറ്റിയതും ഇത്രയും ചോദിച്ചതും പിന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള വ്യക്തിയും ആരായിരുന്നു ചോദിച്ചാൽ ആരെ പറയും? അൽ ബുക്കേർക്കാണ് അല്ലെ, അൽ ബുക്കേർക്കാണ്. കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയതാരാ? ഏറ്റവും ശക്തനായ വൈസ്രോയ്ക്കേ പറ്റൂ, അൽ ബുക്കേർക്കാണ്. ഇനി ഹോർത്തൂസ് മലബാറിക്കസ് നോക്കിക്കേ, ഏത് ഭാഷയിലാ? ലാറ്റിൻ ഭാഷ. ഭാഷ ഇപ്പൊ കണ്ടിട്ട് വരാം. രചിച്ചത് അഡ്മിറൽ വാൻ റീഡ് ആണ്. പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാം. ഇത് അറിയാവുന്നതുകൊണ്ട് നമ്മളൊരു ഓപ്ഷൻ ക്ലിയർ ചെയ്ത് ഓർമ്മയുണ്ടാവും. ഹോർത്തൂസ് മലബാറിക്കസ് പ്രതിപാദിക്കുന്ന ആദ്യ വൃക്ഷമാണ് തെങ്ങ്, അവസാന വൃക്ഷമാണ് ആല്. ഇത് ഇതുവരെ നിങ്ങൾ പടം കണ്ട് പഠിച്ചു കാണത്തില്ല എന്ന് ഞാൻ വിശ്വസിച്ച പടം അങ്ങോട്ട് കാണിക്കാൻ പോവുകയാണ്. അതിന് മുന്നേ ആദ്യം ഇരുന്ന് വായിച്ചിട്ടും പടം മാറിപ്പോയി. പോട്ടെ. ഹോർത്തൂസ് മലബാറിക്കസ് കണ്ടോ, പാസ് പ്രേമ ഡി വാരി ജെനിസ്. ഇത് നിങ്ങൾക്ക്, ഞാനിത് മൊത്തം വായിക്കാം, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ലാറ്റിൻ ഭാഷ അറിയാത്തതുകൊണ്ട് അതൊരു പ്രോബ്ലം ആണ്. ഇത് ലാറ്റിൻ ഭാഷയിലാണ് കേട്ടോ, ലാറ്റിൻ ഭാഷയിലാണ്. ഇനി നിങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു സാധനം ഞാൻ വായിച്ചു തരാം. ഹെൻറിക്കും വാൻ റീഡ്. ഓക്കെ, അഡ്മിറൽ വാൻ റീഡ് ആണിത്. ഓക്കെ, അഡ്മിറൽ വാൻ റീഡ് രചിച്ചതാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഓക്കെ, ഇത് ലാറ്റിൻ ഭാഷയിലാണ്. നോക്കിക്കേ, ഈ ഹോർത്തൂസ് മലബാറിക്കസ് കേരള യൂണിവേഴ്സിറ്റി സഹായം അല്ലെ ആരായിരുന്നു? KS മണിലാലാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഓക്കെ, കേരള യൂണിവേഴ്സിറ്റി. ഓക്കെ, ആരുടെ സഹായത്തോടുകൂടിയ? KS മണിലാല്. റെഡിയാണല്ലോ. ഓക്കെ, ഇനി ആദ്യം മെൻഷൻ ചെയ്ത് എന്തിനാ? തെങ്ങ്, അവസാനം ആല്. അതിന്റെ അകത്തെ പടങ്ങളാണ് ഈ കണ്ടിട്ടുള്ളത്. നിങ്ങൾ കണ്ടോ? ഓക്കെ, പടമൊക്കെ വരച്ചേക്കുന്ന ആ ബുക്കിലെയാണ്. തെങ്ങ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഹാപ്പി ആയിട്ട് പഠിക്കാൻ നോക്കാം. ഇനി കുഞ്ഞാലി വരയ്ക്കാരുടെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ്? കോട്ടയ്ക്കലാണ് അല്ലെ, കോട്ടയ്ക്കലാണ്. ഇനി അടുത്ത കുഞ്ഞാലി വരയ്ക്കാരുടെ ആക്രമണം നേരിടാൻ 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഏതായിരുന്നു? ഏത് കോട്ടയായിരുന്നത്? ചാലിയം കോട്ട. അത് പിടിച്ചടക്കിയതാരെ? കുഞ്ഞാലി വരയ്ക്കാർ മൂന്നാമൻ. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്തത്, ഇന്ത്യൻ സമുദ്രത്തിന്റെ അധിപൻ ബിരുദം സ്വീകരിച്ച വ്യക്തി ആരാണ്? ഇന്ത്യൻ സമുദ്രത്തിന്റെ അധിപൻ ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ നാലാമൻ. അപ്പൊ നമുക്ക് ഈ അടുത്തിടയ്ക്ക് മോഹൻലാലിന്റെ കുഞ്ഞാലി മരയ്ക്കാർ എന്നുള്ള മൂവി ഇറങ്ങിയില്ലേ, അത് ആരുമായി ബന്ധപ്പെട്ടാണ്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോയാൽ, ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് 1595. ഓക്കെ, 1595. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602. ഓക്കെ, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേട്ടോ. അപ്പൊ അടുത്ത ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1602. എന്നാൽ പോർച്ചുഗീസുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓർമ്മയുണ്ടോ? 1628 ആയിരുന്നത്. ഓക്കെ, 1627. ഡച്ചുകാരുടെ 1602. ഓക്കെ, അപ്പൊ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാ അല്ലെ, രണ്ടാമത് വന്നത് ഡച്ചുകാരാണ്. ആദ്യം വന്നത് പോർച്ചുഗീസുകാർ, രണ്ടാമത് വന്നത് ഡച്ചുകാര്. പോഡോ വരെ ആയിട്ടുണ്ടേ. ഓക്കെ, അടുത്ത കേരളത്തിലെത്തിയ ആദ്യ ഡച്ച് അഡ്മിറൽ ആരാണ്? സ്റ്റീഫൻ വോണ്ടർ ഹേഗൻ ആണ്. സ്റ്റീഫൻ വോണ്ടർ ഹേഗൻ. ഡച്ച് അഡ്മിറൽ ആദ്യം വന്നത് സ്റ്റീഫൻ വോണ്ടർ ഹേഗൻ. ഇവർ ആദ്യം വന്നത് 1595. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602.
എന്നാൽ പോർച്ചുഗീസുകാർ ആദ്യം വന്നത് 1498, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628. അപ്പം പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ മാത്രം എഴുതുവാണെങ്കിൽ 1628, ഡച്ചുകാരുടെ 1602. ഓക്കെ, ആദ്യം വന്നിട്ടും പോർച്ചുഗീസുകാർ പിന്നീടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. അതെന്തായാലും ഇപ്പൊ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ആരാണ്? അപ്പം ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയി ആരാ? ഡച്ചുകാരാണ് അല്ലെ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ ഡച്ചുകാരാണ്. എന്നാൽ ഇന്ത്യയിൽ ഫസ്റ്റ് വന്നതും ലാസ്റ്റ് പോയതും ആരാന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാ. ആ പോർച്ചുഗീസുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628 സ്ഥാപിച്ച്. ഡച്ചുകാരാണെങ്കിൽ 1602 സ്ഥാപിച്ചത്. അവർ വന്നത് 1595 ഓക്കെ അല്ലെ. ഡച്ച് അഡ്മിറൽ ആരായിരുന്നു? വോണ്ടർ ഹേഗനുമായിരുന്നു അല്ലെ. ഓക്കെ, ഇനി അപ്പൊ ആദ്യം തിരിച്ചു പോയത് ഡച്ചുകാർ, ആദ്യം വന്ന് ലാസ്റ്റ് പോയത് ആരാ? പോർച്ചുഗീസുകാർ. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം ഏതാണ്? ഏതാ? 1663. ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ സ്ലൈഡിൽ തന്നെ ഉള്ളതാ, പക്ഷെ PS ഇത് ചോദിച്ചു. നമ്മൾ കുറെ മുന്നേ പറഞ്ഞു, ഇതിപ്പോ ഒരു 3-4 തവണ പറഞ്ഞു, ബൈ ഹാർട്ട് ചെയ്യുമല്ലോ അല്ലെ. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി പിടിച്ചെടുത്തത് 1663. പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ ആസ്ഥാനം എവിടെ? കൊച്ചിയായത്. പിന്നെ ഗോവയിലോട്ട് മാറ്റി അല്ലെ. ആരാ മാറ്റിയത്? ഭയങ്കര പവർഫുൾ ആയ ഒരാക്കിയത് പറ്റൂ, അൽബുക്കർക്കാണ് മാറ്റിയത് അല്ലെ. ഇനി അടുത്ത ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയും തമ്മിൽ കുളച്ചിൽ യുദ്ധം നടന്നപ്പോഴാണ് 1741 ഓഗസ്റ്റ് 10 അല്ലെ. ഡച്ച് കപ്പിത്താൻ ആരാ? ഡിലനോയി ആയിരുന്നു. ഈ കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താൻ, വലിയ കപ്പിത്താൻ എന്നൊക്കെ പിന്നെ അറിയപ്പെടുന്നത് അതാരാ? വലിയ ദിവാൻജി എന്നൊക്കെ അറിയപ്പെടുന്നത് ഡിലനോയി ആണ് കേട്ടോ. ഓക്കെ, പിന്നെ കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ചത് അഴീക്കോട് സന്ധിയാണ്. ഓക്കെ, 1661 അഴീക്കോട് സന്ധി. കണ്ണൂർ സന്ധി ഒരെണ്ണം പഠിച്ചു വെച്ചാണ് 1513. പൊന്നാനി സന്ധി ഉണ്ട് 1540. ഇതൊക്കെ ചോദിച്ചാൽ ഒന്ന് അറിഞ്ഞു വെച്ചോണേ. ഇനി ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഏത് ഭാഷയിലാണ്? ഞാൻ വായിച്ച ഭാഷ നിങ്ങൾ കേട്ടായിരുന്നു, ലാറ്റിൻ ഭാഷയായിരുന്നു അല്ലെ. ഓക്കെ, ഇനി അടുത്തത് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാ? ആംസ്റ്റർഡാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വർഷം കിട്ടിയായിരുന്നല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഇനി മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ചോദിച്ചാൽ ഹോർത്തൂസ് മലബാറിക്കസ് ആണ് അല്ലെ. പിന്നെ ചാലിയം കോട്ടയുമായി ബന്ധപ്പെട്ട ഒരു ബുക്ക് ഓർമ്മയുണ്ടോ? ഏതായിരുന്നു? ഫത്തഹുൽ മുബീൻ അല്ലെ. ഫത്തഹുൽ മുബീൻ ആണ്. എന്നാൽ തൂഫത്തുൽ മുജാഹിദീൻ എന്തുമായി ബന്ധപ്പെട്ടത്? പോർച്ചുഗീസുകാരുടെ അതിക്രമവും പിന്നെ കേരളത്തിലെ മുസ്ലിങ്ങളോട് അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങളോട് പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന തൂഫത്തുൽ മുജാഹിദീനും ചാലിയൻകോട്ടയിലത്തെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയ ഫത്തഹുൽ മുബീനും ആണ്. ഓക്കെ അല്ലേ. ഇനി ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ആരാ? KS മണിലാലാണ്. എന്നാൽ ഏത് വൈദ്യന്റെ സഹായം ഉണ്ടായിരുന്നു അറിയാം? ഇട്ടി അച്യുതൻ, അത് മറക്കല്ലേ. ഇനി മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫ് വിച്ച് ആണ്. എന്നാൽ ഒരു ഡച്ചുകാരൻ ഓർമ്മയുണ്ട്, ആദ്യം വന്ന ഡച്ച് കപ്പിത്താൻ ആരായിരുന്നു അറിയാം? വോണ്ടർ ഹേഗൻ ആയിരുന്നു അല്ലെ. പോർച്ചുഗീസുകാരൻ ആദ്യത്തെ ആരാ? വാസ്കോ ഡ ഗാമയാണ്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ ആരാ? മാസ്റ്റർ റാൽഫ് വിച്ച് അല്ലെ. അക്ബറിന്റെ സദസ് സന്ദർശിച്ച വ്യക്തിയാണിത്. പിന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ നിയമം ഏതാ? വാറൻ ഹേസ്റ്റിംഗ് ഉള്ള സമയത്ത് നമ്മൾ ലാസ്റ്റ് മാരത്തോൺ അതായിരുന്നു, റെഗുലേറ്റിംഗ് ആക്ട് 1773 അല്ലെ. ബ്രിട്ടീഷുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രം ഈ കൂട്ടത്തിൽ ഏതായിരുന്നു? വിഴിഞ്ഞം മെയിൻ ആണ്. വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. അപ്പം അതിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് കുറച്ചു മുന്നേ ഒരു ചോദ്യം ചോദിച്ചത് ഏതായിരുന്നു? എവിടെ നിന്നായിരുന്നു ബ്രിട്ടീഷുകാർക്ക് റീഇൻഫോഴ്സ്മെന്റ് വന്നത്? തലശ്ശേരി എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. അത് ചോദ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആ ചോദ്യം ഇടണം, ആൻസറും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ബ്രിട്ടീഷുകാരുടെ റീഇൻഫോഴ്സ്മെന്റ് വന്നത് തലശ്ശേരിയിൽ നിന്നായിരുന്നു എന്നായിരുന്നു ആ ചോദ്യം. ഓക്കെ, അപ്പൊ വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങൊക്കെ ബ്രിട്ടീഷുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളാണ്. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രതിനിധിയായി എത്തിച്ചേർന്ന് സാമൂതിരി സന്ദർശിച്ച് വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച വ്യക്തി. ഒപ്പുവെച്ചതോടുകൂടി കില്ലിങ് തുടങ്ങി, കൊല തുടങ്ങി എന്ന് ഓർത്തോണം. ക്യാപ്റ്റൻ കെയ്ലിംഗ് ആണ്. എന്നാൽ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന ആരാ? മാസ്റ്റർ റാൽഫ് വിച്ച്. സാമൂതിരിയുമായിട്ട് വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ചത് ആരാ? ക്യാപ്റ്റൻ കെയ്ലിംഗ് ആണ് അല്ലെ. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമേ പണ്ടകശാല സ്ഥാപിച്ചത് എവിടെയാണ്? എവിടെയാ? വിഴിഞ്ഞം. ഗോവ, ദമൻ ആൻഡ് ദ്വീപ് പോർച്ചുഗീസുകാരുടെ സ്ഥലമാണ് അല്ലെ. 1663 ഡച്ചുകാര് കൊച്ചി പിടിച്ചെടുത്ത് പോർച്ചുഗീസുകാരിൽ നിന്ന്, ഓർത്തു വെച്ചോണേ. ഇനി ഇന്ത്യയിൽ പിന്നെ അതേപോലെ നമ്മുടെ ഉദയംപേരൂർ സുനഹദോസ് 1599, കൂനൻകുരിശ് സത്യപ്രതിജ്ഞ 1653. ഓക്കെ, ഇത് വായിച്ചു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം കേട്ടോ. അഞ്ചുതെങ്ങാണെങ്കിൽ 1697 വെറും കലാപം, അത് സംഘടിതമാണെങ്കിൽ ആറ്റിങ്ങൽ കലാപം.
ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം എന്ന് മാത്രമേ ഉള്ളൂ. അത് അഞ്ചുതെങ്ങ് കലാപം 1697. ആറ്റിങ്ങൽ കലാപമാണ് സംഘടിത കലാപമാണ്. ഓക്കെ, ഇനി കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ആരാ? ബ്രിട്ടീഷുകാർ. അതാണ് ചോദ്യം. 1861. മറക്കത്തില്ലല്ലോ. ഓക്കെ, പോർച്ചുഗീസുകാരുടെ എല്ലാവരും നമ്മുടെ ഏതാ? ഹോർത്തൂസ് മലബാറിക്കസ്. മറക്കരുതേ, ആംസ്റ്റർഡാമിൽ വെച്ച് പ്രസിദ്ധീകരിച്ചതാണ്, മറക്കണ്ട. പിന്നെ ആദ്യം ഫസ്റ്റ് തിരിച്ചുപോയത് ആരാ? ഡച്ചുകാരാണ് അല്ലെ. ആദ്യം വന്നു, ലാസ്റ്റ് പോയത് പോർച്ചുഗീസുകാര്, ആദ്യം തിരിച്ചുപോയത് ഡച്ചുകാര്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664. കേട്ടോ, 1664. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600. ഓക്കെ, 1600. അപ്പോ അടുത്ത ബേപ്പൂര് മുതൽ തിരൂര് വരെ റെയിൽപാത നിർമ്മിച്ചത് 1861. മലബാറിലെ തേക്ക് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കളക്ടർ ആരായിരുന്നു? ഹെൻറി വാലന്റൈൻ ഷിറോൾ ആണ്. കേട്ടോ, അപ്പം നിങ്ങൾ അത് പഠിച്ചു വെച്ചോണം കേട്ടോ. ഇനി ഇന്ത്യയിൽ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തി, ഇപ്പൊ കുറെ കൺഫ്യൂസ് കമന്റ് അതുമായി ബന്ധപ്പെട്ട് വരും, നിങ്ങൾ അത് അറിഞ്ഞു വെച്ചോണേ. ഇന്ത്യയിൽ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തി, ലാസ്റ്റ് എത്തിയത് ആരാ? ഫ്രഞ്ചുകാരാണ്. ഓക്കെ, ലാസ്റ്റ് എത്തിയത് ഫ്രഞ്ചുകാരാണ്. അപ്പൊ നമുക്ക് എഴുതാം, ആദ്യത്തേത് പോർച്ചുഗീസുകാര്. ഓക്കെ, രണ്ടാമതെത്തിയത് ഡച്ചുകാര്. ഓക്കെ അല്ലെ, പോഡോ. അടുത്തത് ബ്രിട്ടീഷുകാരാ, ലാസ്റ്റ് ഫ്രഞ്ചുകാരാ. ഈ ബ്രിട്ടൻ ബീഫ് ആക്കാമെങ്കിൽ ഓക്കെ. പോഡോ ബീഫ് ഫ്രൈ കൊണ്ട്, ബ്രിട്ടനെ ബീഫ് ആക്കുന്ന എങ്ങനെയല്ലയോ? ഇത് പഠിച്ചു വെക്കണേ. സൊമാറ്റോ ഒക്കെ മെസ്സേജ് അയക്കുന്ന പോലെ, ഐ ഡോണ്ട് നോ വാട്ട് ടു സേ, ജസ്റ്റ് ഓർഡർ സംതിങ് എന്നൊക്കെ അവർ അയക്കും. അതുപോലെ പറയാം, ഇത് എങ്ങനെയും ഒന്ന് പഠിക്കും. പോഡോ, ബ്രിട്ടൻ ബിരിയാണി ആക്കാൻ പറ്റുമോ? ഫ്രഞ്ച് എന്തായാലും ഫ്രൈ ആ. ഇത് മറക്കല്ലേ. ആദ്യം വന്നു, ലാസ്റ്റ് പോയി പോർച്ചുഗീസുകാര്, ആദ്യം തിരിച്ചു പോയത് ഡച്ചുകാര്, ലാസ്റ്റ് വന്നത് ഫ്രഞ്ചുകാര്. ഓക്കെ, ഒന്നുകൂടെ കേട്ടോ. ഫസ്റ്റ് വന്നു, ലാസ്റ്റ് പോയി പോർച്ചുഗീസുകാര്. ഓക്കെ, ഫസ്റ്റ് പോയത് ഡച്ചുകാര്, ലാസ്റ്റ് വന്നത് ഫ്രഞ്ചുകാര്. ഓക്കെ, അപ്പം പോഡോ ബീഫ് ഫ്രൈ കൊണ്ട്, പോഡോ ബിരിയാണി ഫ്രൈയും കൊണ്ട്, അങ്ങനെ ആരും പറയത്തില്ല. അപ്പൊ അത് പറ്റത്തില്ല. നിങ്ങൾ എന്തായാലും ഇത് പഠിക്കണം. ഇവിടെ പോസ് ചെയ്ത് പഠിച്ചിട്ടേ മുന്നോട്ട് പോവാം കേട്ടല്ലോ. ഓക്കെ, അപ്പൊ എന്താ ഇതൊന്നും എഴുതട്ടെ. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664. പഠിക്കുവോ? ഓക്കെ, ഉദയം പേരൂർ സുനഹദോസ് 1599, കൂനൻകുരിശ് സത്യപ്രതിജ്ഞ 1653, ചാലിയങ്കോട്ട കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ, അരിവൻ വിരുദ്ധ നാലാമൻ, കോട്ടയ്ക്കൽ. ഇതൊക്കെ നമുക്കിപ്പോ സൂപ്പറായിട്ട് അറിയാം. ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയ വർഷം ഏതാണ്? ഏത് വർഷമോ? 1954. ഓക്കെ, 1954. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664. ലാസ്റ്റ് വന്നതും ഫ്രഞ്ചുകാരാ. ഇനി ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ഗോവയല്ലേ? ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ഗോവ. ഓക്കെ, ഗോവ പോർച്ചുഗീസുകാരുടെ ആസ്ഥാനമായിരുന്നു അല്ലെ, ഗോവ, ദമൻ ആൻഡ് ദീവ്. വിഴിഞ്ഞം ആരുടെ ആയിരുന്നു? ബ്രിട്ടീഷുകാരുടെ ഭണ്ഡകശാലയുള്ളത്. തെറ്റായ ജോഡി, പള്ളിപ്പുറം കോട്ട കൊച്ചി, ശരിയാണ്. കോട്ടപ്പുറം കോട്ട കൊടുങ്ങല്ലൂര്, ചാലിയങ്കോട്ട കോഴിക്കോട്, സെന്റ് ആഞ്ചലസ് കോട്ട കണ്ണൂര്, ചാലിയങ്കോട്ട കൊല്ലമല്ല കോഴിക്കോടാണ്. കേട്ടോ, കോഴി അടിച്ചടക്കും, ഒത്തിരി ചളി അടിക്കുന്നങ്ങ് ഓർത്താൽ മതി. ഇനി അടുത്തത് തോമസ് കോട്ട, പറങ്കിക്കോട്ട എന്നറിയപ്പെടുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തങ്കശ്ശേരിയാണ്. തോമസ് കോട്ട, പറങ്കിക്കോട്ട, തങ്കശ്ശേരി. കേട്ടോ, തോമസ് കോട്ട, പറങ്കിക്കോട്ട, തങ്കശ്ശേരി. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്താ? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ്. ഓക്കെ, ചവിട്ട് നാടകം ഉണ്ട്, പക്ഷെ ഏറ്റവും വലുത് ഹോർത്തൂസ് മലബാറിക്കസ്. ഇനി മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? വ്യാകരണ ഗ്രന്ഥം നിങ്ങൾ പറഞ്ഞു നോക്കിക്കുക, ആരായിരുന്നു? ആഞ്ചലോസ് ഫ്രാൻസിസ്. നിഘണ്ടു ആണെങ്കിൽ ആരായിരുന്നു? ഹെർമൻ ഗുണ്ടർട്ടാണ്. ക്യാപ്റ്റൻ ഗീലിംഗ് ആരാ? സാമൂതിരിയുമായിട്ട് ഒപ്പുവെച്ച വ്യക്തിയാണ്. ഹെൻറി വാലന്റൈൻ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതാ? നമ്മുടെ കനോലി പ്ലോട്ടുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ, വ്യക്തിയാണ് ഷിറോള്. പിന്നെ ആൽവാരിസ് കബ്രാള് പണ്ടകശാല പണിതു. പിന്നെ വാസ്കോഡ ഗാമയുടെ പിൻഗാമി.
ഇനി മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാ? മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു ആരാ? ആദ്യത്തെ നിഘണ്ടു ഇവിടെ അർണോസ് പാതിരി നിങ്ങൾ കാണും. കാരണം ഇവിടെ നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ട് ഇല്ല. അപ്പം 2-3 കാര്യങ്ങളുണ്ട്, ഞാൻ എടുത്ത് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഇത് ഓർത്ത് വെച്ചോണം. ഒന്ന്, വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ്, അതൊക്കെ അല്ലേ? വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ്. ഓക്കെ. പിന്നെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി, നിങ്ങൾ അറിയും. അതാണിത് നിഘണ്ടു. പക്ഷെ PSC റിപ്പീറ്റഡ് ആയി ചോദിക്കുമ്പോൾ നമ്മൾ ഏതാ കാണുന്നത്? ഹെർമൻ ഗുണ്ടർട്ട്. അപ്പൊ അത് പഠിച്ചാൽ മതി. ഇത് കണ്ടന്റ് ഓറിയന്റഡ് സ്ലൈഡ് ആണ്, അതുകൊണ്ട് ഇത് നിങ്ങൾ നോക്കുക. PSC ചോദിക്കുന്നത് ആദ്യത്തെ നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ട് കേട്ടോ. അതേപോലെ ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവാണ് ശരിക്കും ഹെർമൻ ഗുണ്ടർട്ട്. ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവാണ് ഹെർമൻ ഗുണ്ടർട്ട്. ഇംഗ്ലീഷ് മലയാളമാണ് ബെഞ്ചമിൻ ബെയ്ലിയും ആണ്. പക്ഷെ PSC ചോദിക്കുന്നത് അനുസരിച്ച് ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കുന്ന ആരാ? ഹെർമൻ ഗുണ്ടർട്ട്. ഓക്കെ. വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ്. കിട്ടിയല്ലോ, കൺഫ്യൂഷനേ വേണ്ട അതില്. ഇനി മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം, സമ്പൂർണ്ണമാണെന്നുള്ള ഒരു സംശയം വേണ്ട, സംക്ഷേപ വേദാർത്ഥം. തൂഫത്തുൽ മുജാഹിദീൻ എന്തായിരുന്നു? പോർച്ചുഗീസുകാരുടെ അട്രോസിറ്റികൾ അല്ലെ. പിന്നെ അതേപോലെ ഇവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതുമാണ്. ഓർത്തു വെച്ചോളൂല്ലോ. ഇനി ഇത് ഇച്ചിരി ടഫ് സംഭവമാണ്, ഒരു ടെക്സ്റ്റിൽ നിന്നും കണ്ടതാണ്. ഇവയെല്ലാം നിങ്ങളിത് പോസ് ചെയ്ത് വായിച്ചെടുത്തോ. ഓക്കെ. PYQ ബേസ്ഡ് അല്ലാത്തതുകൊണ്ട് ഞാനത് ഫോക്കസ് ചെയ്യുന്നില്ല. ഇതെല്ലാം ഉണ്ട്, വായിച്ചല്ലോ. അപ്പം നമ്മുടെ ഈ കണ്ടന്റ്സ് ഇവിടെ തീർന്നു. ശരി, അപ്പം ഇതുവരെയുള്ളതെല്ലാം റിവൈസ് ചെയ്ത് കിട്ടിയല്ലോ. പോർച്ചുഗീസുകാർ വന്നത്, അതേപോലെ അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ചുകാരെ, ബ്രിട്ടീഷുകാരെ എല്ലാവരുടെയും കാര്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പഴശ്ശിരാജ്യവുമായി ബന്ധപ്പെട്ടതും വേലുത്തമ്പി ദളവയുടേതും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ബൈഹാർട്ട് ആയാലും. അത് മാത്രമല്ല മലബാറിലെ ശ്രീരംഗപട്ടണ ഉടമ്പടിയും ടിപ്പു സുൽത്താന്റെ ഒക്കെ എവിടെ നിന്ന് വന്നു ചോദിച്ചാൽ ഇവിടെ നിന്നാണ്. ഇതെല്ലാം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ബൈഹാർട്ട് ആയിട്ട് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ല. പിന്നെ 10:30 സ്ഥിരമായിട്ട് എത്തണം. അങ്ങനെ റെഗുലർ ആയിട്ട് ഇതെല്ലാം പഠിച്ച് റാങ്ക് അടിക്കണം. ഓക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ ചലഞ്ചിൽ നിങ്ങൾ ലൈവിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കമന്റ് ചെയ്യാം. ഇനി വേറെ ഒന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഇതേപോലെ അടുത്ത മാരത്തോൺ തരാൻ നിങ്ങൾക്ക് ഏത് വേണമെന്ന് കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.